എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. ഇന്ന് 2 ചലച്ചിത്ര താരങ്ങളാണ് എന്റെ അതിഥികളും മത്സരാർത്ഥികളും. വരികയാണ് നമിത പ്രമോദ് ആൻഡ് അനിക സുരേന്ദ്രൻ. വെൽക്കം. ഹായ് നമിത. ഹായ് സർ. ഹായ് അനിക. എല്ലാവർക്കും സുഖമാണല്ലോ? അങ്ങി പിന്നെ അമ്മ കുറച്ച് സംസാരിച്ചു കളയാം. രണ്ടുപേരും സന്തോഷത്തിലല്ലേ? ഓക്കെ. അനിക, ഇപ്പൊ നമിത, നിങ്ങൾ രണ്ടുപേരും കപ്പ് എന്ന സിനിമയിൽ അഭിനയിക്കുന്നു. കപ്പടിച്ചോ? കപ്പടിക്കാനുള്ള ശ്രമത്തിലാ. എന്നാ തിയേറ്ററിൽ വരിക? സെപ്റ്റംബർ 27 തിയേറ്ററിൽ വരുന്നത്. വലിയ ആഘോഷമായിട്ട് വരികയാണോ? 100%. നമുക്ക് എനിക്ക് തോന്നുന്ന കപ്പിന്റെ ഡയറക്ടറെ കൂടി പരിചയപ്പെടാൻ തോന്നുന്നു അല്ലേ? സഞ്ജു വി സാമുവൽ. സഞ്ജുവിന്റെ ഇവിടെ എവിടെയാ? പയ്യന്നൂര് സർ. ആ, കപ്പിന്റെ സംവിധാനമൊക്കെ എങ്ങനെയായി? നല്ല രീതിക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ തിയേറ്റർ തീർന്നിരിക്കുന്നു. എന്തോ തിയേറ്റർ പൊളിക്കോ? തിയേറ്ററിൽ പൊളിക്കണം. സഞ്ജു കുറച്ചു കാലം ആയോ സിനിമയിൽ എത്തിയിട്ട്? അതെ സർ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അതിനുശേഷം ഫസ്റ്റ് മൂവിയാണിത്. ഞാനൊരു 3 പടങ്ങൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓം ശാന്തി ഓശാന, ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര, അമർ അക്ബർ അന്തോണി. ഓക്കെ, നല്ല വിജയ പ്രതീക്ഷയിലാണ്. തീർച്ചയായും. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഓക്കെ, സഞ്ജു മൃണാളിനോടൊക്കെ ഞാൻ സംസാരിക്കാം. തന്റെ ഒരു പാട്ടുമൊക്കെ നമുക്ക് വേണം ഇന്ന് കേട്ടോ. ഓക്കെ. കാർത്തിക് അല്ലേ? കാർത്തികിന്റെ പാട്ടൊക്കെ ഇവിടെ പലരും പറയുന്നു. കാർത്തിക് ഇവിടെ വന്ന് കയറിയും മുതൽ നമുക്ക് പൊളിക്കണം, അതും പൊളിക്കണം നമുക്ക്. നിങ്ങളെ മിച്ചല്ല സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ? രണ്ടുപേരും അനികയും നമിതയും ബാലതാരങ്ങളായിട്ടാ സിനിമയിൽ വന്നത് അല്ലേ? അനിക ഏത് സിനിമയിൽ ആദ്യം അഭിനയിച്ച്? ഞാൻ ഫസ്റ്റ് ചെയ്തത് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ ഫിലിമാണ്. ചോട്ടാ മുംബൈ. മോഹൻലാലിന്റെ മകളായിട്ട് അവസാനത്തെ ഒരു 5 സെക്കൻഡ് ഉണ്ടാവുള്ളൂ. അതാണ് സിനിമയിൽ ഒരു ഷോട്ടായാലും പോരെ. അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ ആയിട്ട് ചെയ്തത് അതെ. ആ അത്ഭുതം സംഭവിച്ചത് ഇവിടെ നിൽക്കുമ്പോഴാ? പഠിക്കുമ്പോഴായിരുന്നോ? ഇല്ല, എനിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ്. 1.5 വയസ്സോ? എന്റെ അമ്മോ, 1.5 വയസ്സുള്ള. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കഥാപാത്രം നമുക്കൊന്ന് കാണണ്ടേ? പ്രേക്ഷകരിന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഇത് തന്നെ ആള് ഇങ്ങനെ ഇരിക്കുന്ന ആളാണോ ഇങ്ങനെയായത്? എന്റെ അമ്മു, ഭയങ്കര പരിണാമമാണല്ലോ. എനിക്ക് തോന്നുന്നത് 1.5 വയസ്സിലല്ലേ? 1.5 വയസ്സിലാണ് ഇത് ചെയ്തത്. 1.5 വയസ്സിൽ തുടങ്ങി പിന്നെ എങ്ങോട്ടാ മാർച്ച് ചെയ്ത് അടുത്ത സിനിമ? അത് കഴിഞ്ഞിട്ട് പിന്നെ കഥ തുടർന്ന ചെയ്തത് മമത ചേച്ചിന്റെയും ജയറാം മക്കളുടെ ഒപ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ഫിലിംസ് അങ്ങനെ ചെയ്തു. 4 ഫ്രണ്ട്സ് റേസ്, പിന്നെ മലയാളത്തിൽ കുറെ ചെയ്തു. തമിഴില് പോയി കൂടെ അഭിനയിച്ച് തകർത്തു എന്ന് പറഞ്ഞു. അജിത് സാറിന്റെ കൂടെ ചെയ്തു. നയൻതാരയുടെ തോളൊക്കെ ഇട്ടെന്ന് പറഞ്ഞു. നയൻതാര ചേച്ചിന്റെ കൂടെ ഭാസ്കർ റാസ്കലാണ് ഫസ്റ്റ് ചെയ്തത്. എന്നിട്ടാണ് തമിഴിലേക്ക് പോയത്. തെലുങ്ക് കന്നഡ പൊളിച്ച തൗത്തിന്റെ മൊത്തമായി അല്ലേ? തെലുങ്ക് ചെയ്തിട്ടുണ്ട്, കന്നഡയും കൂടി ഇനി വരാനുണ്ട്. ഓക്കെ. ഇപ്പൊ എന്താ, ഇപ്പൊ പഠിക്കാണോ? എന്താ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ സീക്രട്ട് ഹാർട്സ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഇയർ. ഏത് വർഷമായി? സെക്കൻഡ് ഇയർ ആയി. ഓക്കെ. നമിത സീരിയലിലൂടെ, ടെലിവിഷൻ സീരിയൽ വഴിയാ വന്നത് അല്ലേ? ഏത് സീരിയലായിരുന്നു ആദ്യം വന്ന? അമ്മേ ദേവി എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലായിരുന്നു. ദേവിയായിട്ട്. ഏത് ദേവിയാ അത്? ചോറ്റാനിക്കര. അനുഗ്രഹിച്ചോ ഭക്തജനങ്ങളെ? ജനലക്ഷങ്ങളുടെ ആരാധനാപാത്രമായിട്ട് രംഗത്ത് വന്നല്ലേ? ആ സമയത്ത് കുറെ ആന്റിമാരൊക്കെ വന്നിട്ട്, അവന് തീരെ ചെറുതല്ലേ, അപ്പൊ അമ്പലങ്ങളിലൊക്കെ ചെറിയ കുട്ടിയായിട്ട്. ചെറിയ ദേവിയാ? ചെറിയ ദേവി. വലിയ ദേവി വേറെ ഉണ്ട്, ഇത് കുട്ടി ദേവിയായിട്ട് വരണുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ പഠിക്കുവാ? എനിക്കൊന്ന് 5th അങ്ങനെ എന്തോ, 5th സ്റ്റാൻഡേർഡ് എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞാൽ ഡയറക്ട്ലി അതിനുശേഷം വേളാങ്കണ്ണി മാതാവായിട്ട്, അതും ചെറിയ മാതാവ്. ഇങ്ങനെയുള്ള സംഭവങ്ങളിലാണ് പോയി വീണത് അല്ലേ? ഓക്കെ. അത് ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ആയിരുന്നു. അത് വേളാങ്കണ്ണി മാതാവിന്റെ ചെറുപ്പമായിരിക്കും അല്ലേ? വേളാങ്കണ്ണി മാതാവിന്റെ ചെറുപ്പമായിട്ട്. ഓക്കെ. പിന്നെ സിനിമയിലേക്ക് എന്നപ്പോ? ഇല്ല, പിന്നെ ഞാൻ മാനസപുത്രി സീരിയൽ ചെയ്തു. പിന്നെ ഞാൻ 9th പഠിക്കുമ്പോഴാ ട്രാഫിക് ചെയ്തത്. ട്രാഫിക്കിൽ വന്നത് രാജേഷ് അങ്കിൾ. എനിക്കൊരു നല്ല മെമ്മറി ഉള്ള എന്താ പറയുക ട്രാഫിക്കിനെ കുറിച്ച്? ട്രാഫിക്കിനെ കുറിച്ചല്ല, രാജേഷിന്റെ അച്ഛൻ എന്റെ പ്രൊഫസറായിരുന്നു, ഡോക്ടർ രാമപിള്ള സാർ എന്ന് പറയും. അപ്പോൾ സാറിന്റെ വീട്ടിലേക്ക് നമ്മൾ പോകേണ്ടി വരും. സാർ നമ്മുടെ റിസർച്ച് ഗൈഡൊക്കെ ആയിരുന്നു. അപ്പോൾ ചെറിയ പ്രായത്തിൽ രാജേഷിനെ അറിയും. പിന്നെ രാജേഷ് മരിച്ചു നോക്കാൻ ഒരു വലിയ സുഖമില്ലാത്ത ഓർമ്മയാണ്. സാറ് മരിച്ചുപോയി കഴിഞ്ഞ വർഷം. അപ്പൊ ഈ രാജേഷിനെ പരിചയം ഉണ്ടായിരുന്നോ? രാജേഷ് അങ്ങനെ എനിക്ക് പരിചയമില്ലായിരുന്നു. ആൻഡ്രോ ജോസഫ് ഉണ്ട്. ആൻഡ്രോ അങ്കിൾ ഇതിന് മുന്നേ മല്ലു സിംഗ് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് വിളിച്ചു. അപ്പൊ എനിക്ക് ബോർഡ്സ് നടക്കുന്ന സമയമായിരുന്നു, ഒരു 8th 9th ഒക്കെ നമുക്ക് എക്സാമിന്റെ ലാസ്റ്റ്. അപ്പൊ എനിക്ക് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതല്ല, ആൻഡ്രോ അങ്കിൾ അല്ല, ആൻഡ്രോ അങ്കിൾ വഴിയാണ്, എന്തോ മാഗസീൻസ് ഒക്കെ വഴിയാണ് ഈ സിനിമ വന്നത്. പക്ഷെ അല്ല, അതൊക്കെ കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞിട്ടാ ഇത് വന്നേ. എനിക്ക് തോന്നുന്നു നമിത 9th എന്തോ പഠിക്കുമ്പോഴല്ലേ ട്രാഫിക് അല്ലേ? സ്കൂളിൽ എന്തോ പോകാൻ നിൽക്കുമ്പോഴാണ് കഥ പറയാൻ അല്ലേ? അല്ല, സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോ പ്രൊഡക്ഷൻ കൺട്രോളറും രാജേഷ് അങ്കിളും വീട്ടിൽ വന്നു. അപ്പൊ ഞാനിങ്ങനെ രാവിലെ
റെഡിയായി അമ്മ മുടിയൊക്കെ കെട്ടി തന്ന ദോശ സാമ്പാറൊക്കെ കഴിച്ച ആ ഒരു ധൃതി നിൽക്കായിരുന്നു. ശരിക്കും രാജേഷ് അങ്കിളിന് എനിക്ക് ഈ കഥ പറയേണ്ട എന്നോട് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഞാനൊരു ന്യൂ കമ്മറാ. അപ്പൊ ആ ഫുൾ കഥ രാജേഷ് അങ്കിൾ പറയണ്ടായിരുന്നു. പകുതി എനിക്ക് മനസ്സിലായില്ല, കാരണം ട്രാഫിക് നമുക്ക് അങ്ങനെ മനസ്സിലാവുന്ന ഒരു സ്റ്റോറി അല്ലല്ലോ സർ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. പക്ഷെ അടിപൊളി മെമ്മറി ആയിരുന്നു. അവ കുറെ ആക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ ആ സിനിമയില്. ഫസ്റ്റ് ഫോട്ടോഷൂട്ടാണ്. എല്ലാവരെയും നേരിട്ട് കാണുമ്പോൾ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടവരാണ്. അപ്പൊ അത് ഭയങ്കര മാജിക്കലായിരുന്നു. എല്ലാരും ഒരുമിച്ച് കാണുക, സംസാരിക്കാൻ പറ്റി. ഈ നമിത എന്നുള്ള പേരിട്ടതാരാ? നമിത എന്നുള്ള പേര് അമ്മാവൻ. ഇങ്ങനെ പേരിടാനുള്ള പ്രകോപനം? അത് ഞാനതിന് മുന്നേ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. അത് കുറെ ട്രോളും വന്നിട്ടുണ്ടായിരുന്നു. ട്രോള് വരട്ടെ, ട്രോള് വന്ന് അല്ലേ മൃണാളിനി? ട്രോളൊക്കെ വരുന്നത് നല്ലതാ. ഈ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നു തെളിയിക്കണമെങ്കിലേ അല്ലേ ട്രോളൊക്കെ വരണം. ചിലപ്പോ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല നീ. അപ്പോ ആ സമയത്ത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഏതോ ഒരു ചാനലിൽ ഒരു ആങ്കർ ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. പുള്ളിക്കാരന് ഭയങ്കര ക്രഷ് ആയിരുന്നു. ഏഷ്യാനെറ്റിലായിരുന്നു. ആണോ? ഭയങ്കര ക്രഷ് ആയിരുന്നു. അങ്ങനെ ആ പേര് എനിക്ക് കിട്ടാം. ഈ നമിത പഠിക്കുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? നല്ല പഠിപ്പിച്ച് മിടിക്കുകയായിരുന്നോ അതോ ഉഴപ്പി നമ്പർ 1 ആയിരുന്നു? ഇല്ല, ഉഴപ്പിയൊന്നുമല്ല. അത്യാവശ്യം നല്ലോണം പഠിക്കുമായിരുന്നു. അന്നൊക്കെ നമിത എന്തോ ആലോചിച്ചു? സിനിമയായിരുന്നു ഈ കാര്യം? ഈ അപ്പോഴേക്ക് സ്ക്രീനിലൊക്കെ വന്നല്ലോ. അല്ല സാർ, എനിക്ക് ആക്ച്വലി സിനിമ കുറെ നാൾക്ക് മുന്നേ വരെ അത് തന്നെയാണോ എന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ല. തീരുമാനം എനിക്ക് ഇഷ്ടമാ ചെയ്യാൻ. പക്ഷെ ഇഫ് ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് ഔട്ട്, എനിക്കത് വേറെ ജോബ്സിലേക്ക് തിരിയാനും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്, എനിക്ക് ഇഷ്ടമുള്ള മേഖല. ഇല്ല, തന്നെ നിന്നാലേ നമുക്ക് ജീവിതം. എനിക്ക് സിനിമ എന്ന് പറയുന്ന ആർട്ട് ഫോമായിട്ട് ഇഷ്ടമാണ്. സിനിമ വിട്ടൊരു കളിയില്ല അനിക, അല്ലേ അനിക? ഇല്ല, അങ്ങനെയല്ല. നാം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ലൈക് ഫിലിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്റെ ഒരു പാഷനാണ്. പക്ഷെ എന്നാലും ഡൂയിങ് ബിസിനസ് ഞാൻ അതെനിക്ക് ഇഷ്ടമാണ്, അതും എനിക്കിഷ്ടമാണ്. അപ്പം കോളേജിൽ നോക്കുമ്പോ എല്ലാത്തിലും സബ്ജക്ട്സ് എനിക്ക് താല്പര്യമുള്ളതൊക്കെ വരുമ്പോ സാറിനോട് പിടിച്ച് നിൽക്കട്ടെ. എക്സാക്ട്ലി, തിരിച്ചുത്തരം പറയണ്ടേ. കുട്ടികളൊക്കെ വരുമ്പോ നമ്മളൊക്കെ സറണ്ടർ ചെയ്യും. എനിക്കൊക്കെ മൈക്ക് കൊടുത്തിട്ട് വന്നാൽ നമ്മള് തീർന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നത് സത്യനന്ദിക്കാടിന്റെ ഒരു സിനിമയിലേ ഒരു പുതിയ തീരങ്ങൾ, ആ സിനിമയിലാണെന്ന് തോന്നുന്നു, അല്ല മീൻ പിടിക്കാൻ പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് ചെയ്തില്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ആൻഡ്രോങ്കില് വഴി തന്നെയാ സത്യനങ്ങളുടെ ഈ സിനിമ വന്നത്. ഇങ്ങനെ സത്യനങ്ങളുടെ തൃശ്ശൂർ ഒരു ഫ്ലാറ്റ് മീൻകാരി പെൺകുട്ടി അവതരിപ്പിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, അത് ആദ്യം തൊട്ടേ ഉള്ള പ്രോസസ്സ് ഭയങ്കര. കടലിൽ ചാടില്ല, വള്ളം തുഴയാൻ പഠിച്ചു. ഫസ്റ്റ് തിങ് പറഞ്ഞ വള്ളം തുഴയാൻ പഠിക്കണം, നല്ല ടാൻ ആവണം, സ്കിന്ന് നല്ല ടാൻ ആവണം, ഒരു ബ്യൂട്ടിഫിക്കേഷൻ അങ്ങനത്തെ പരിപാടി ഒന്നും പാടില്ല. ഡീഗ്ലാമറൈസ് മേക്കപ്പ് ഒന്നും അല്ല, ഒറിജിനലി അങ്ങനെ പെയിന്റ് ഒന്നും അടിക്കേണ്ടി വന്നില്ല. കുറച്ച് ദിവസം കടപ്പുറത്ത് നിന്നപ്പോ തന്നെ പെയിന്റിന്റെ ആവശ്യമൊന്നും വന്നില്ല. പിന്നെ നീന്താൻ പഠിച്ചു, അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു. ശരിക്കും അതിന്റെ ഒരു ആക്ടിങ് സ്കൂളായിരുന്നു സത്യനങ്കിളുടെ അവിടെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറെ നാൾക്ക് മുന്നേ MG ശ്രീകുമാർ സാറിന്റെ ഒരു പ്രോഗ്രാമില് ഇപ്പൊ ഞാൻ ട്രാഫിക് ഇറങ്ങിയ സമയത്ത് പ്രൊമോഷന് പോയി. അപ്പൊ ലെന ചേച്ചിയും ഞാനുമാണ് ആ പ്രൊമോഷന് പോയത്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ആൻസർ പറയുന്നു. അപ്പൊ എൻ്റെ അടുത്ത് റാൻഡം ആയിട്ട് ചോദിച്ചു, എന്താണ് സിനിമയിൽ ഇനിയുള്ള ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് അന്ന് എന്തെങ്കിലും പറയണം, എനിക്ക് സത്യനങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, റാൻഡം ആയിട്ട് പറഞ്ഞു, എനിക്ക് സത്യനന്ദിക്കാടിന്റെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ വന്ന സിനിമയായിരുന്നു ഇത് സത്യനങ്കിളുടെ. അല്ല, ഞാനപ്പോ ഒരു പ്ലാനും ഇല്ല, സിനിമ അടുത്ത ചെയ്യുന്ന പോലും, അടുത്ത സിനിമ കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല. റാൻഡം ആയിട്ട് പറഞ്ഞതാ. പക്ഷെ അതെങ്ങനെയോ ആ ഒരു എനർജി നടന്നു അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഈ നിങ്ങളുടെ വീട്ടിലെ ഒരു കത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പുരാണം ഉണ്ടല്ലോ. അച്ഛൻ ഖത്തറിലായിരുന്നു, അച്ഛൻ കുറച്ചു നാള്. അപ്പൊ അന്ന് നമിത എഴുതിയൊരു കത്ത്, അത് നമ്മുടെ കിട്ടിയിട്ടുണ്ടല്ലോ. അത് ആക്ച്വലി നിങ്ങൾ എത്ര പേരാ? ഞാനും അനിയത്തിയുണ്ട്, ഞങ്ങൾ 4 വയസ്സ് വ്യത്യാസം. പുള്ളിക്കാരി ഇപ്പൊ UK-ലാണ്. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? ഞാനും ഏട്ടനും അമ്മയും അച്ഛനും ഉള്ളത്. ഏട്ടന്റെ അമ്മയും അച്ഛനുണ്ട്. പറഞ്ഞെന്തോ കുറെ ആൾക്കാരുള്ളല്ലോ തോന്നി. ഞങ്ങൾ 4 പേരുമാണ്. അപ്പോ അച്ഛൻ ഞങ്ങളൊക്കെ കല്യാണം കഴിയുന്നതിന് മുന്നേ കുറെ വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഞാനൊക്കെ ജനിച്ചു കഴിഞ്ഞ സിസ്റ്ററും ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ ഖത്തറിലുണ്ടായി. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് എന്നും അസുഖങ്ങൾ, ആ വളർന്നു വരുന്നൊരു പ്രായം ഉണ്ടല്ലോ, എന്നും അലർജി, അത് അങ്ങനെ എന്നും പ്രശ്നങ്ങളായിരുന്നു.
അങ്ങനെ അച്ഛനും അമ്മയും ലെറ്റേഴ്സ് അയക്കുമായിരുന്നു പണ്ടേ. അവരുടെ ലെറ്റർ ഇതുവരെ ഞങ്ങൾ കാണിച്ചിട്ടില്ല. സീക്രട്ട് ഡയറിക്കകത്തൊക്കെ വെച്ചിട്ടുണ്ട്. പരമരഹസ്യം. ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നടത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പിള്ളേരെ വിട്ടു എഴുതിപ്പിക്കുമായിരുന്നു. അങ്ങനെ എന്തോ എഴുതിയതാണ്. ഒരു കത്താണല്ലേ? കത്താണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ കത്തൊന്ന് പ്രേക്ഷകർ കാണിച്ചു കൊടുത്താലോ? സ്വകാര്യ കത്ത് നമ്മള് ആർക്കൈവ്സിന്നെടുത്ത്. അച്ഛന് പാപ്പുവും പാറുവും എഴുതുന്നത്. ഞങ്ങൾ നന്നായി പഠിക്കുന്നുണ്ട്. അച്ഛന് സുഖമാണോ? പാറു സ്കൂളിൽ പോകാൻ, അതാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ മേലേക്ക് ചിലപ്പോൾ മടിയാണ്. ട്യൂഷൻ സാർ വരാറുണ്ട്, ആന്റിയും വരാറുണ്ട്. ആന്റി പാറുവിനെ പഠിപ്പിക്കുന്ന ആന്റിയാ. ഞങ്ങളുടെ അസുഖമൊക്കെ മാറി. എന്റെ മന്ത്ലി ടെസ്റ്റിന് നല്ല മാർക്ക് കിട്ടി. ഇനി ക്രിസ്മസ് എക്സാം. അച്ഛൻ പാറുവിനെ എഴുതുന്നത് ഞാൻ കരയാതെ സ്കൂളിൽ പോകും. സിസ്റ്റർ എഴുതുന്നതായിട്ട് കളിക്കും. അച്ഛനില്ലാത്തത് കൊണ്ട് ഓണം ഒരു സുഖമില്ല. ഉമ്മ, ഫാദർ ഉമ്മ, അതായത് 4 ഉമ്മ, 4 ഉമ്മ. അതാണ് ഈ കത്തിന്റെ പുരാണം അല്ലേ? അത് ഭയങ്കര ഇമോഷണൽ. മൃണാളിനിയുടെ പുരാണം എന്തോ? ഞാൻ മൃണാളിനിക്ക് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പേടിയുണ്ടെന്ന് പറഞ്ഞു. സഞ്ജു, എന്തോ അതിന്റെ പുരാണം? കുറച്ച് ദിവസമായിട്ടേ സിനിമയുടെ അനൗൺസ്മെന്റ് ആണെന്നല്ലോ, റിലീസിന്റെ. അപ്പൊ ആ സമയത്ത് ആൾ മൊത്തം ടെൻഷനാ, കുറെ ദിവസമായിട്ട് ടെൻഷനാ. ഇതറിഞ്ഞ ശേഷം മുല്ലപ്പെരിയാറിന്റെ കാര്യം എനിക്ക് മെസ്സേജ് വന്നു ഒരു ദിവസം രാവിലെ. 5-ാം തീയതി മുതൽ 12 വരെയുള്ള ഡേറ്റിൽ ഏതോ ദിവസം പൊട്ടും എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നു. അന്ന് മുതൽ ടെൻഷൻ. എങ്ങനെയാ തലേ കയറി കൂടിയത് മുല്ലപ്പെരിയാർ? ആരെയൊക്കെ പറയുന്ന കേൾക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു. അതെ. അപ്പൊ നമ്മുടെ ഡേറ്റ് 27-ാം തീയതി ആണല്ലോ സിനിമ ഇറങ്ങുന്നത്. അപ്പം 5-നും 12 മണിക്ക് പൊട്ടുമെന്ന് കേട്ടപ്പം ഭയങ്കര ടെൻഷനായി. പടം ഇറങ്ങുന്നതിന് മുന്നേ സിനിമ ഇറങ്ങിയിട്ട് പൊട്ടിക്കോട്ടെ എന്നുള്ള. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഡയറക്ടറോട് തന്നെ ഞാൻ പറഞ്ഞു, ഇനിയിപ്പം മുല്ലപ്പെരിയാർ പൊട്ടിയാലും കുഴപ്പമില്ല, പടം പൊട്ടായിരുന്നാ മതി. അങ്ങനെയാണ്. മൃണാളിനി ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ. ഇത് ഈ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന്റെ പുരാണം അറിയാലോ. യൂട്യൂബ് ചാനലിൽ എത്ര കെ വന്നോ ആ കെ അനുസരിച്ച് വരുമാനം കിട്ടുന്നത്. അപ്പോൾ 10 കെ കിടക്കുന്ന ആൾക്ക് 1000 കെ ആക്കണമെങ്കിൽ എളുപ്പ വഴി ഇതേപോലുള്ള സെൻസിറ്റീവ് ഇഷ്യൂ കത്തിച്ചിരുന്നു. അതുകൊണ്ട് കുറേ ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഇറങ്ങി മുല്ലപ്പെരിയാർ പൊട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞു. മുല്ലപ്പെരിയാറൊക്കെ ഒന്നും അങ്ങനെ ഏറി പൊട്ടത്തൊന്നുമില്ല. കാരണം അതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ കോടതി അങ്ങനെ വിധിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ പുതിയ ഡാമൊക്കെ അതിൻ്റെ സുരക്ഷയൊക്കെ പഠിക്കാൻ പോവുക. അതുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട. ഒരു കൊല്ലത്തിനകം സുരക്ഷയൊക്കെ പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വാർത്ത വന്നിട്ടുണ്ട്, കേന്ദ്ര ജല കമ്മീഷൻ. കേട്ടോ, അപ്പോൾ ടെൻഷൻ ആവണ്ട. നമുക്കൊരു കാര്യം ചെയ്യല്ലേ, നമ്മുടെ ഈ കാർത്തികിൻ്റെ ഒരു പാട്ട് നമുക്ക് അല്ലെ പ്രേക്ഷകർ വിചാരിക്കുമല്ലോ ഇത് എങ്ങനെ പാടും. കാർത്തികിന്റെ വീട് ശരിക്കും എവിടെയാന്നാ പറഞ്ഞേ? ഞാൻ കാക്കനാടാണ് സാർ. കാർത്തിക് ഒരു പാട്ട് പാടിയാലോ? പാട്ട് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? പ്രേക്ഷകരെ കേൾപ്പിക്കണമെന്ന് തോന്നുന്ന പാട്ട്? അങ്ങനെയൊന്നുമില്ല, ഞാൻ നായകനായിട്ട് അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ ആ പടത്തിലെ പാട്ട് കുറച്ച് കുറേ നാട്ടുകാർ കണ്ടെന്ന് പറഞ്ഞു കാർത്തികിന്റെ പാട്ട്. അതൊരു 3 മില്യൺ വൈറലായെന്ന് പറഞ്ഞു. 1 മില്യണിലൊക്കെ എത്തിയോ? അതെ അതെ. യൂട്യൂബ് റവന്യൂ കൂടി കാണുമോ? 3 മില്യൺ അല്ലേ? ഓക്കെ. ഇടറിയൊരീണം കേട്ട് പൊരുളറിയാതെ മയങ്ങി, പശിയറിയാതെ ഊട്ടാൻ നിറമാർച്ചുരന്നമ്മ നീട്ടി, തിരിമുറിയാതെ അലയിടറാതെ ഇനിയും ഞാൻ പാടാം, ഇനിയും ഞാൻ പാടാം. ഒരു കാറ്റുമൂളണ്, ഒരു പാട്ടിൻ ഈണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ്, എൻ്റെ കാട്ടുചോലക്കിളിയേ. കനവാകും കടൽ നീന്തി കര കാണാതൊരു നാളും, മഴമുകിലായി ഞാൻ പാടാം എൻ്റെ ഓലഞ്ഞാലിക്കിളിയേ. ഓക്കെ, താങ്ക് യു. ഈ അനികയ്ക്ക് സ്ഥിരമായിട്ട് ഏതോ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. എന്തോ ഒരു പ്രണയാഭ്യർത്ഥന ഈ ചെറുപ്പകാലത്ത്. അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഇമെയിൽ അയക്കുമായിരുന്നു ഒരാള്. ഇമെയിൽ അയക്കില്ല. ഒരാള് ഞാൻ ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ചെറിയ ഇൻസിഡന്റ് നടന്നിരുന്നു. ഞാൻ അവിടെ പോയിട്ട് ഹോട്ടൽ റൂമിൽ നിന്ന് വെറുതെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്റ്റോറി ഇടില്ലേ നോർമലായിട്ട്. അപ്പൊ ഞാൻ സ്റ്റോറി ഇട്ടതാ, പക്ഷെ അതിന്റെ ലൊക്കേഷൻ അവിടെ എങ്ങനെയോ ഉണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടതാണ് നമ്മൾ ഇടുന്ന പോലെ. അപ്പൊ ലൊക്കേഷൻ എവിടെയോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരാളവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും അമ്മയും വിചാരിച്ചു ഒരു പുതിയ ഫിലിമിന്റെ സെറ്റിലേക്കായിരുന്നു പോയിരുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു സിനിമേന്റെ ആൾക്കാർ നമ്മളെ വെൽക്കം ചെയ്യാൻ വന്നിരിക്കുക. ഞങ്ങൾ അവരടുത്ത് പോയി സംസാരിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്നു, ഭക്ഷണം ഉണ്ടാക്കി തരാം, എനിക്കും അമ്മയും വീട്ടിലേക്ക് വാന്നൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. ലൈക്ക് അയ്യോ, ഇതിപ്പോ എന്താ, സിനിമയത്തെ ആൾക്കാർ അങ്ങനെ ചോദിക്കില്ലല്ലോ. പിന്നെ ഞാൻ മനസ്സിലാവുന്നത് എന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി കണ്ട് ലൊക്കേഷൻ തപ്പിപ്പിടിച്ച് അങ്ങോട്ട് വന്നാ കാണാൻ വേണ്ടിട്ട്. അതുണ്ടായതിനു ശേഷം എന്താണ്
തൊഴിൽ രഹിതനാണോ ഈ വന്നാണ് ജോലിയില്ലാത്ത ആളാണോ? അതെനിക്കറിയില്ല. പക്ഷെ ഇത്രയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പണിയില്ലാത്ത ആളായിരിക്കും. പണിയില്ലാതെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഒരു പ്രാവശ്യം എന്റെ ഞാനിങ്ങനെ യൂട്യൂബിൽ ഒരു ഇങ്ങനെ എന്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഇതിട്ടിരുന്നു യൂട്യൂബിൽ. ആരോ വേറെ ഏതൊരു ചാനലിന് വേണ്ടിയിട്ടതായിരുന്നു. അത് കണ്ടുപിടിച്ചിട്ടും വന്നു എന്റെ തറവാട് വീട്ടിലേക്ക്. എന്റെ അമ്മമ്മേനെ പോയിട്ട് എനിക്ക് എവിടെയാണ് അങ്ങനെയൊക്കെ പോയി ചോദിക്കേണ്ട ഒരു ഇൻസിഡന്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പേടിച്ചോ? അത് ഇച്ചിരി തുറന്നാൽ നമ്മള് 24 വഴിയുടെ എന്തായാലും ഒരു ജേർണലിസ്റ്റ് ആവാൻ കൂടെ ഇതിനെ അന്വേഷിക്കും ഒരു അവസരം ഞാൻ തരും. പ്രശ്നം ഉണ്ടാക്കിയല്ലേ. അപ്പൊ ഈ കപ്പ് സിനിമ എന്തിനെ കുറിച്ചാ? മോഹൻലാൽ കൊണ്ട് പറഞ്ഞ കപ്പാണോ? കപ്പ് ശരിക്കും ഒരു ബാഡ്മിന്റൺ സിനിമയാണ് സർ. മാത്യു, ബേസിൽ ഉണ്ട്, ഗുരു സോമസുന്ദരം, ഇവരെല്ലാരും എല്ലാം അനിക, റിയ, ഇവരെല്ലാരും ഉള്ള ഒരു സിനിമയാണ്. സ്പോർട്സ് സിനിമയാണ്. ബട്ട് ഇമോഷണൽ ആസ്പെക്ട്സ് ഉള്ള ഒരു എന്റർടൈനർ ആണ്. നമ്മുടെ കുടുംബ പ്രേക്ഷകരെ സ്വാധീനിക്കാൻ എന്ത് സാധനം അതിനകത്തുള്ളത് സഞ്ജു? നമിത ഇപ്പൊ പറഞ്ഞ പോലെ ഇതൊരു ബാഡ്മിന്റൺ മൂവിയാണ്. പക്ഷെ നാട്ടുംപുറത്തെ പക്ക വില്ലേജ് ബാഡ്മിന്റൺ അങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ കളിച്ച് മുകളിലേക്ക് ഉയർന്നു പോകണം, ഒരു ഡിസ്ട്രിക്ട് മാച്ച് കളിക്കണം, അല്ലെങ്കിൽ ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു 16-17 വയസ്സുകാരൻ്റെ കഥയാണ് മാത്യു അവതരിപ്പിക്കുന്ന സെൻട്രൽ ക്യാരക്ടറിൻ്റെ കഥ. അവൻ്റെ വീട്, അവൻ്റെ ചുറ്റുപാട്, ഈ ആളുകളെല്ലാം എങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ ആ ഒരു അവൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്തിക്കാൻ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതും കൂടിയാണ് ആ സിനിമ പറയണത്. സഞ്ജു, ഞാൻ ഒരു രഹസ്യം ചോദിക്കട്ടെ? ഇവിടെ വന്നപ്പോഴാണ് ഒരു രഹസ്യം ഞാൻ അറിഞ്ഞത്. ഈ സിനിമയിൽ എന്നെ അഭിനയിപ്പിക്കാൻ താങ്കൾ ആലോചിച്ചു എന്ന്. ഗുരു സോമസുന്ദരം ചെയ്ത് സഞ്ജു വിചാരിച്ചിരിക്കുന്നത് എല്ലായിടും കയറി പറഞ്ഞ് ശീലമുള്ള ഒരാളെ തന്നെ അഭിനയിപ്പിക്കാം. അപ്പൊ ഞങ്ങൾ സാറിന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ ക്യാരക്ടർ എഴുതിയത്. നന്നായി. ഞാൻ പക്ഷേ എനിക്ക് കുറച്ച് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും, എതിരെ നിൽക്കുന്ന ആൾ കേട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ. അപ്പോൾ അത് പക്ഷേ ഞാൻ മാറ്റി എന്ന് പറഞ്ഞാലേ, പി ബാലചന്ദ്രൻ സിനിമയിലേക്ക് കൊണ്ടുവന്ന ബാലേട്ടൻ ഒരിക്കൽ എന്നെ കാണാൻ വന്നപ്പോഴേ ബാലേട്ടൻ ഒരു കഥ എന്നോട് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് ഫോണൊക്കെ അറ്റൻഡ് ചെയ്തു. കലേട്ടൻ പറച്ചിലങ്ങ് നിർത്തി. എന്നിട്ട് ബാലേട്ടൻ എണീറ്റു, നിങ്ങളൊരു നല്ല ശ്രോതാവല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോയി, പ്രതിഷേധിച്ചങ്ങ് പോയി. അപ്പോൾ പി ബാലേന്ദ്രൻ നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ്, നല്ല ഉള്ളടക്കമൊക്കെ സിനിമയൊക്കെ ചെയ്ത ആളാണല്ലോ. കമ്മട്ടിപ്പാടം ഇങ്ങനെയുള്ള നല്ല സ്ക്രിപ്റ്റ് ചെയ്ത ആളാണ്. പിന്നെ ഞാൻ പുള്ളി ഒന്ന് കലിപ്പ് മാറ്റാൻ വേണ്ടി ഒന്ന് വിളിച്ചു. അപ്പോഴും പുള്ളി ഇത് തന്നെ ആവർത്തിച്ചു, നിങ്ങളൊരു നല്ല ശ്രോതാവല്ല, അതാ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് കുറേ കാലത്തിന് മുമ്പാണ് കേട്ടത്. ഓക്കെ സഞ്ജു, ഓൾ ദ ബെസ്റ്റ്, നന്നായിരിക്കട്ടെ. അപ്പോൾ ഞാൻ നമിതയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, നമിത എനിക്കൊന്ന് ഒരുപാട് പുതുമുഖങ്ങളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ടല്ലേ. സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം ഒരു ചെറിയ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഉയരങ്ങളിൽ നിൽക്കുന്ന നടൻ്റെ കൂടെ അഭിനയിക്കുന്നതാണ് നമുക്ക് സേഫ്. പക്ഷെ നമിത അതിന് ശ്രമിച്ചില്ല. അത് നമിതയുടെ മിടുക്കോ അച്ഛൻ്റെ മിടുക്കോ? എന്റെ തന്നെയാ. അങ്ങനത്തെ ഡിസിഷൻസിനൊന്നും അങ്ങനെ വീട്ടുകാരൊന്നും അച്ഛനെ വിടൂ ഇല്ല. ഭഗത് പുതുമുഖമായിരിക്കുമ്പോൾ നമിത അഭിനയിച്ചു, ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചു. അല്ലല്ല, ഫഹദൊക്കെ സീനിയർ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് എനിക്കൊന്നും ഞാൻ എല്ലാ റോൾ മോഡൽ അപ്പോഴത്തേക്ക് ഭഗത് എസ്റ്റാബ്ലിഷ് ആയി. അത് ഒരു 7-8 വർഷമേ ആയിട്ടുള്ളൂ. അല്ല, ഞാൻ ആദ്യമായിട്ട് പുതുമുഖങ്ങളല്ല യങ്സ്റ്റേഴ്സിന്റെ കൂടെ അഭിനയിക്കുന്നത് ഈ സിനിമയിലാണ്. ബാക്കി എല്ലാ ലൊക്കേഷനിൽ പോകുമ്പോഴും ഞാനായിരിക്കും ചെറുത്. ഇപ്പൊ പ്രായമായി തുടങ്ങി. കാരണം ഇവര് മറ്റേ ജെൻ സി വൈബ് ഉണ്ടല്ലോ, പല വാക്കുകളും നമുക്ക് മനസ്സിലാവില്ല. ചേച്ചി അങ്ങനെയല്ലായിരുന്നു, ഞങ്ങളിവിടെ ഇറങ്ങി ആ ഒരു ഡിഫറൻസേ കാണിക്കാതെ. കാരണം നമ്മൾ തമ്മിൽ എത്ര വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പറഞ്ഞിരുന്ന അങ്ങനെയല്ലായിരുന്നല്ലേ. അല്ല, ചെറിയ കുട്ടിയെന്ന് അടങ്ങുക എപ്പോഴും. നമിത ഈ എനിക്കൊന്ന് ഭഗതൂരിന്റെ കൂടെ ചെയ്യുന്ന ആ സിനിമയിൽ വെച്ചിട്ടല്ലേ എന്തോ കടലിൽ വീഴുവോ എന്തോ ഒരു പ്രശ്നം ഉണ്ടായില്ലേ? എന്തായിരുന്നത്? റോൾ മോഡൽസിലാണ്. അപ്പൊ റാഫിക്ക ഡയറക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാനൊരു അഡ്വഞ്ചർ സ്പോർട്ട് ചെയ്യുന്ന ആളായിട്ടാണ്. അപ്പൊ ജെറ്റ് സ്കി ഓടിക്കണം, അങ്ങനത്തെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ അപ്പൊ അവരതിന് മുന്നേ ഒരു പ്രൊഫഷണൽ ഇത് വരാൻ വേണ്ടിട്ട് ഒരു 3-4 ദിവസം മുന്നേ ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ട്. ഗോവയിലായിരുന്നു കംപ്ലീറ്റ്ലി ഷൂട്ട് നടന്നത്. അപ്പൊ ട്രെയിൻ ഒക്കെ ചെയ്ത് നോർമലി ജെറ്റ് സ്കി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ഗൈഡ് പുറകിലുണ്ടാവും എപ്പോഴും. പക്ഷെ ഇത് ഒറ്റയ്ക്ക് ഓടിക്കണമല്ലോ. അങ്ങനെ ട്രെയിനിങ് ഒക്കെ നടത്തി ഇതൊക്കെ കഴിഞ്ഞ് ഷോട്ടിന്റെ സമയമായി. അപ്പൊ വേവ്സ് കട്ട് ചെയ്ത് ഈ ജെറ്റ് സ്കി കൊണ്ടുപോകണം. വേവ്സ് വരുന്നതിന് മുന്നേ നമ്മൾ അടുത്ത സ്ഥലത്ത് അങ്ങനെ എടുത്തെടുത്ത് പോകണം. പക്ഷെ ഒരു പ്രാവശ്യം ഭയങ്കര വലിയൊരു വേവ് വന്നു. അതായത് നമ്മളുടെ ജെറ്റ് സ്കീനെ ബബിൾ ചെയ്ത് പോവാം, അത്രയും ഹൈറ്റുള്ള ഒരു വേവ് വന്നു. അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഫഹദിന്റെ അടുത്ത് ചോദിച്ചു, എന്താ ചെയ്യണ്ടേ, ഓടിക്കേ, എന്തെങ്കിലും ചെയ്യ്. അപ്പൊ ഞാൻ നേരെ ഈ വേവിന്റെ അകത്ത്
ഓടിച്ചു കയറ്റി ഞങ്ങൾ രണ്ടുപേരും ഈ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട്, അങ്ങനെ ഡേഞ്ചർ ഒന്നും അല്ല, പക്ഷെ 2 സ്ഥലത്തേക്ക് വീണു 2 സ്ഥലത്തേക്ക് വീണു. ഒന്ന് മുങ്ങി വിളിച്ചോ അതൊക്കെ വിളിച്ചു, മുങ്ങി പൊങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിളിക്കാ രക്ഷിക്കുന്നു. അപ്പൊ അവിടെ ഇരിക്കുന്നവരെല്ലാരും വിചാരിച്ചു, തീരത്തുള്ളവരെല്ലാരും വിചാരിച്ചു ഞങ്ങള് അഭിനയിക്കുകയാണ്. ആരും വന്നില്ല. വീണ്ടും ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നു. അപ്പൊ അവർക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് വന്നു, ഗൈഡുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പെണ്ണായോണ്ട് എന്നെ അങ്ങ് രക്ഷിച്ചു കൊണ്ടുപോയി. അവർക്ക് നമ്മൾ ആക്ടേഴ്സ് മലയാളം ഫഹദ് ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണെന്നൊന്നും അറിയില്ല. ഫഹദിനൊന്നും രക്ഷിച്ചില്ല, എന്നെ മാത്രം. എന്നെ രക്ഷിക്കടോ, എന്നെ അവസാനം കൊറേ കഴിഞ്ഞിട്ടാ ഫഹദിനെ അവര് കൊണ്ടുപോയ. അത് നന്നായി. പക്ഷെ രസമായിരുന്നു. ഇയാൾ എവിടെ എങ്ങോട്ട് പോയപ്പോ എന്തോ കഴിച്ചെന്തോ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞു. സിക്കിമില് മൊമോസ് എന്തോ കഴിച്ച്. എങ്ങനെയാ ഭക്ഷണം തീറ്റി? എങ്ങനെയാ? ഞാൻ നല്ല ഫുഡ് അടിയാണ് അല്ലേ? അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങൾ മോമോസ് ട്രൈ ചെയ്തതാണ്, ലൈക്ക് വെജിറ്റബിൾ മോമോസ് ട്രൈ ചെയ്തതാണ്. അപ്പൊ ഞാൻ എല്ലാവരും കഴിച്ചു. നെക്സ്റ്റ് ഡേ ആയപ്പോ ഷോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൗതം സാർ എല്ലാം ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അജിത് സാർ ഒരു പ്രതി ഞാൻ പാസ് ചെയ്യുന്ന ഒരു ഷോട്ടാണ്. ഞാനും അജിത് സാറും ഗൗതം സാറിന്റെ ഫിലിം ആയിരുന്നു. അത് വലിയ സെറ്റ് ആയിരുന്നു, കുറെ പേര് ഒരുമിച്ചായിരുന്നു ഞങ്ങൾ സിക്കിമിൽ ഉണ്ടായിരുന്നത്. അപ്പോ സാറ് ഫ്രെയിം വെച്ചിട്ട് എനിക്ക് അജിത് സാറും വെറുതെ നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങള് നടന്നു പോവാണ്. സാർ ആക്ഷൻ പറഞ്ഞു. വി സ്റ്റാർട്ട് വാക്കിംഗ്. കട്ട് പറഞ്ഞ ഇമ്മീഡിയറ്റ് സെക്കൻഡ് ഞാൻ ഫുൾ മോമോസ് കഴിച്ചൊക്കെ അങ്ങോട്ട് വാള് വെച്ചു നേരെ അജിത് സാറിന്റെ ഫ്രണ്ടിലേക്ക്. ഓൺ സ്ക്രീൻ വാള് വെക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. സാർ ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല, അങ്ങനെയായിരുന്നു. എന്റെ അജിത് സാർ വന്ന് ഫുൾ ഡോക്ടറെ വിളിച്ചു, എല്ലാം ശരിയായി. അജിത് സാറിനെ ഫുള്ളി നോക്കിയിരുന്നത് തന്നെ. 2-3 ദിവസം ഫുൾ വയ്യാണ്ട് അങ്ങനെ കിടക്കരുത് സിക്കിമില് ഒരു മോമോസ് കഴിച്ചിട്ട്. കുട്ടേട്ടൻ എന്തോ ചോദിക്കാൻ വന്നിട്ടുണ്ട്, ഇവിടെയുണ്ട്. റോബോട്ടാണ്, നിങ്ങൾക്കറിയാലോ. നമസ്കാരം നമിത. നമസ്കാരം. രണ്ടുപേർക്കും സുഖം തന്നെയല്ലേ? സുഖായിരിക്കുന്നു. അനിഖയോട് കുട്ടേട്ടന് ഒരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കളുടെ വീട്ടിൽ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒരു സ്കൂട്ടർ ഉണ്ട്. ഒരു കാരണവശാലും ആ സ്കൂട്ടർ താങ്കൾ ഇനി ഓടിക്കരുത്. ഓടിച്ചാൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ശരിയല്ലേ? അതുപോലെ എന്താണ് ആ സ്കൂട്ടറിന്റെ പ്രശ്നം? ആ സ്കൂട്ടർ ഇല്ല, ഞങ്ങള് വെറുതെ മേടിച്ചാണ്. എനിക്ക് ലൈസൻസ് കിട്ടിയതിനു ശേഷം അമ്മ പറഞ്ഞു ഒരു സ്കൂട്ടർ മേടിച്ചു. പിന്നെ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു, 20 വയസ്സായി ഞാൻ ലൈസൻസ് എടുത്തു. അപ്പോ ലൈസൻസ് കിട്ടിയതിനു ശേഷം അമ്മ പറഞ്ഞു ഒരു സ്കൂട്ടർ മേടിച്ചോ പുതിയതായിട്ട്, അങ്ങനെ വെറുതെ ടൗണിലേക്ക് പോകുമ്പോ സ്കൂട്ടർ ഓടിച്ചോണ്ട് പോകാലോ എന്ന് വെച്ചിട്ട്. അപ്പൊ അമ്മ ഒന്ന് മേടിച്ചു തന്നു. അപ്പൊ അതിൽ ഞാൻ വേറെ പ്രാക്ടീസ് ചെയ്തിട്ട് പുതിയ സ്കൂട്ടർ ആയതുകൊണ്ട് അതിൽ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് പോകുമായിരുന്നു. എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറാനാകുമ്പോഴേക്ക് അവിടെ ഒന്ന് വീണു. തിരിച്ചു വരുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് വീണു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഏട്ടൻ ആ സ്കൂട്ടർ എടുത്തു. ഏട്ടന് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ആക്സിഡന്റ് ഉണ്ടായി. അപ്പോഴേക്കും എനിക്ക് പേടിയായി, ഈ സ്കൂട്ടർ എന്താ എല്ലാ പ്രാവശ്യം എടുക്കുമ്പോൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. എന്നിട്ട് കപ്പിൾ ഓഫ് മന്ത്സ് കഴിഞ്ഞിട്ട് ഞാനും എന്റെ ഫ്രണ്ടും വെറുതെ കോഴിക്കോട് കറങ്ങാനായിട്ട് സ്കൂട്ടർ എടുത്താണ്. ഞങ്ങളൊരു ബസ്സിന്റെ അടിയിൽ വീണു. അത് ചെറിയൊരു സ്കേറി സിറ്റുവേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 വീലർ എടുത്തിട്ടില്ല, കാരണം എനിക്ക് സ്കൂട്ടറിന് മുകളിൽ കയറാൻ തന്നെ പേടിയായി. അതൊരു മാൻ ട്രക്ക് ആണ്. എന്തായാലും ഭയങ്കര ഒരു അൺയൂഷ്വൽ ഇതായിരുന്നു. ഒരു എന്തോ ബാധിച്ചൊരു സ്കൂട്ടർ പോലെ. കാരണം എപ്പോഴെടുക്കുമ്പോൾ അമ്മ എടുത്തപ്പോൾ ഒരു പ്രാവശ്യം വീണിരുന്നു. അമ്മേന്റെ കൈയൊക്കെ പൊട്ടി ആ സ്കൂട്ടർ ഓടിച്ചിട്ട്. അതിനുശേഷം അതൊരു സ്ഥലത്തിരിക്കുകയാണ്. എന്താ ചെയ്യണമെന്ന് അറിയില്ല. നന്നായി. ഈ ജനകൻ എന്നൊരു സിനിമയിലേക്ക് വീട്ടിലേക്ക് സുരേഷ് ഗോപി വിളിച്ചപ്പോ എന്താ ഉണ്ടായത്? സുരേഷ് ഗോപി അത് പുറത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കൊന്ന് ലാൻഡ് ലൈൻ ഉള്ള സമയമായിരുന്നു. അമ്മയ്ക്കില്ലായിരുന്നു, അങ്ങനെ എന്തോ ആ സമയത്ത് ലാൻഡ് ലൈനാ വിളിച്ചേക്കുന്നത്. അപ്പൊ ജനകൻ സുരേഷ് ഗോപി സുരേഷ് ഏട്ടൻ ഇവിടെ അമ്മയെ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന. അപ്പൊ വിളിച്ചു. അപ്പൊ അമ്മ എടുത്തിട്ട് ചോദിച്ചു ആരാ? പറഞ്ഞു ഞാൻ സുരേഷ് ഗോപിയാണ്. പിന്നെ സുരേഷ് ഗോപി വിളിക്കുന്നല്ലേ? അപ്പൊ പുള്ളി വീണ്ടും പറഞ്ഞു ഞാൻ സുരേഷ് ഗോപിയാണ്, നമിതയുടെ വീടല്ലേ. ഇതൊക്കെ ഞാൻ കൊറേ കേട്ടതാ. പുള്ളിക്കാരത്തി വിചാരിച്ച് മിമിക്രി ചെയ്യുന്ന ആരോ വിളിക്കുന്നതാണ്. എന്ത് ചെയ്താലും വിശ്വസിക്കൂല. പിന്നെ ഇതൊക്കെ ഞാൻ കൊറേ കേട്ടതാ. പുള്ളിക്കാരത്തി കട്ട് ചെയ്തിട്ട് പോയി.
ബാക്കി എന്താ പറയുന്നതെന്ന് പോലും കേൾക്കാൻ നിന്നില്ല, കട്ട് ചെയ്തിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ കണക്ട് ചെയ്ത് അച്ഛനെ വിളിച്ചിട്ടാ പുള്ളി പറഞ്ഞത് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വൈഫാണെന്ന് തോന്നുന്നു, വൈഫിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അത് പറഞ്ഞപ്പോ അങ്ങനെ അച്ഛൻ വന്ന് അമ്മയോട് പറഞ്ഞു, സുരേഷ് ഗോപിയെ വിളിച്ചു. സുരേഷ് ഗോപിയാ എന്നെയാ? അതെ, അപ്പഴാ പുള്ളിക്കാരിക്ക് മനസ്സിലായ. ഇല്ല, എനിക്ക് സ്കൂളില് എക്സാമിന്റെ സമയമായിരുന്നു, ലാസ്റ്റ് ഫൈനൽസിന്റെ സമയമായിരുന്നു. അനികയും ഈ കാട്ടാനും തമ്മിൽ ബന്ധമുണ്ടോ? വയനാട്ടിൽ എന്തോ 5 സുന്ദരികൾ അഭിനയിക്കാൻ പോയപ്പം ഒരു കാട്ടാൻ അന്വേഷിച്ചു വന്നു, ചക്കക്കൊമ്പൻ എന്നൊക്കെ പറയുന്നത്, അരിക്കൊമ്പൻ എന്നൊക്കെ പറയുന്നല്ലേ. ഞങ്ങൾ അങ്ങനെ ഷൂട്ടിന് പോയതായിരുന്നു. ഭയങ്കര ഡീപ്പ് ഫോറസ്റ്റിനകത്തായിരുന്നു. ഒരു 20 days ഷൂട്ട് ഉണ്ടായിരുന്നേ. അപ്പൊ പൊതുവേലേക്ക് ഇങ്ങനെ മൃഗങ്ങളൊക്കെ കാണും. അപ്പൊ എവിടുന്നോ ആരോ പറഞ്ഞു ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്, പോയി ആനേനെ കാണാം. അപ്പൊ ഞാനും ചേത്തനും എന്താണ് സമീർ താഹിറും എല്ലാവരും കൂടി അങ്ങനെ പോയതായിരുന്നു കാണാനായിട്ട്. അപ്പൊ ഞങ്ങൾ ശരിയാണ്. അപ്പൊ ആലോചിച്ചില്ല ആരും. ഞങ്ങളിങ്ങനെ പോയപ്പോ ജീപ്പിലായിരുന്നു ഉണ്ടായിരുന്നേ. ഞങ്ങൾ ഇറങ്ങി കാട്ടാനകളെ നോക്കിയപ്പോ കണ്ടു. ദൂരെ കുറച്ചുകൂടി അടുത്ത് വരാന്ന് വിചാരിച്ചപ്പോ ആന നല്ല ഫോഴ്സിൽ തിരിഞ്ഞു. പോയ ആൾക്കാരെല്ലാരും ഒരു 2 സെക്കൻഡിനകത്ത് തിരിച്ച് ലൊക്കേഷനിലെത്തി. കാരണം ആന തിരിയുമ്പോ തന്നെ ഇറ്റ്സ് ലൈക്ക് പേടിയായി ഞങ്ങൾക്ക് എല്ലാരും. ഉണ്ടായത് അവിടെ ബേസിക്കലി ആനേനെ കണ്ടപ്പോ ഇച്ചിരി പേടിയായിരുന്നു. കാരണം അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ആനിമൽസിനെ കേട്ട്. അപ്പൊ ഇതുപോലെ സാഹസികങ്ങളൊക്കെ ഉള്ള ഒരു കഥാപാത്രം കിട്ടിയാ ചെയ്യാൻ പറ്റുമല്ലോ. അയ്യോ, ആനേന്റെ മുകളിൽ കയറുന്നതാണെങ്കിൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷെ എന്നാലും ട്രൈ ചെയ്യാലോ. ഈ മാത്രല്ല അനിക പക്ഷെ അങ്ങ് തെലുങ്കിലേക്കൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു അല്ലേ? നാഗാർജുനോട് അഭിനയിക്കുക അല്ലേ? എന്തോ എക്സ്പീരിയൻസ്? തെലുങ്കില് വളരെ അടിപൊളി. ഇല്ല, എനിക്ക് അവിടെ ഞാൻ 2 ചെയ്തിട്ടുള്ളൂ. തെലുങ്ക് പഠിച്ചോ? ആ സമയത്ത് കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ തിരിച്ചു പറയാൻ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോ പറയുന്നത് കേട്ട് കേട്ട് നമുക്ക് കുറെ മനസ്സിലാവും. ഓൺലൈനായിട്ട് പഠിച്ചെന്ന് പറഞ്ഞു തെലുങ്ക്, പുഷ്പം പോലെ പഠിച്ചെന്ന് പറഞ്ഞു. ഇല്ല, അത് തെലുങ്ക് പഠിക്കല്ലായിരുന്നു. എന്നെ ഡയറക്ടറിന്റെ റൈറ്റർ ഇരുന്നിട്ട് എല്ലാ ദിവസവും ഒരു 1 hour ക്ലാസ് ഉണ്ടാവും. ലൈക് നമ്മൾ ശരിക്കും സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ വാക്ക് സ്പെക്ട് ചെയ്ത് എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ഡയലോഗ്സ് ഫുള്ള്. അപ്പൊ അങ്ങനെ ഞാൻ കാണാപ്പാടം പഠിച്ച് നേരെ അവിടെ പോയിട്ട് പ്രസന്റ് ചെയ്യും. അതായിരുന്നു ഞങ്ങളൊരു തെലുങ്കിന്റെ ഒരു തെലുങ്ക് ഞാൻ നല്ല പോലെ ബുദ്ധിമുട്ട്. നോട്ട് ഈവൻ ക്ലോസ്. മലയാളം എനിക്ക് മലയാളം ശരിക്കും വരാറില്ല ഇടയ്ക്ക്. പക്ഷെ തെലുങ്ക് എനിക്ക് പഠിക്കാൻ, തമിഴ് ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തു. പക്ഷെ എനിക്ക് തെലുങ്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു പഠിച്ചെടുക്കാനായിട്ട്. കാരണം മലയാളത്തിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞാൻ ചുട്ടലബായി എന്ന് പറഞ്ഞൊരു പടത്തെ അഭിനയിച്ചു. പിന്നെ നാരാ രോഹിത് കുഴപ്പമില്ലാണ്ട് ഓടി. നാരാ രോഹിത്തിന്റെ ഒരു ഫിലിം അഭിനയിച്ചു. ഈ നമിതയ്ക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഈ ക്ലാസിക്കൽ ഡാൻസ് അറിയാവുന്ന വേഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? അത് ഗുണമല്ല സർ. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? അത് അറിയാവുന്നവർക്ക് ഗുണമാണ്. ക്ലാസിക്കൽ നമ്മളെ ഈ ചെറുപ്പത്തിലെ അമ്മമാരുടെ ഒരു ആഗ്രഹം കൊണ്ട് ബേസിക്കലി പിള്ളേരെ കൊണ്ടാക്കില്ലേ, അതുപോലെ പങ്കെടുക്കാൻ വേണ്ടിയാണോ? എന്റെ സാർ അതൊന്നും ഞാൻ പോയിട്ടില്ല. ഒരു 4th വരെ പഠിച്ചു. ബേസിക് ഈ നാട്ടടവ് തട്ടടവ് ഞാൻ എന്നും അതിലായിരുന്നു. കാരണം ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കൺസിസ്റ്റൻസി ഇല്ല, പകുതി അത് അമ്മ നിർത്തും. പക്ഷെ അതിന്റെ കുറ്റബോധം എനിക്ക് പിന്നീട് സിനിമയിൽ വന്നപ്പോഴാ തോന്നിയ. കാരണം 2ാമത്തെ പടം തൊട്ട് ഡാൻസോട് ഡാൻസ്. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയിലെ ക്ലാസിക്കൽ ഡാൻസർ, ഡാൻസർ ചന്ദ്രേട്ടൻ അവിടെ എല്ലാത്തിലും ഡാൻസർ ആയിരുന്നു. അങ്ങനെ സൗണ്ട് തോമയിലും ഡാൻസർ അല്ല, അതിന്റെ ഫസ്റ്റ് ഡേ ഷൂട്ട് ഡാൻസ് ആയിരുന്നു. അതിൽ കന്നിപ്പെണ്ണ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അത് മറ്റേ പ്രോപ്പർ ഡപ്പാങ്കൂത്ത് അങ്ങനത്തെ ഒരു സോങ് ആണ്. അപ്പൊ ഫസ്റ്റ് ഡേ എനിക്ക് കോസ്റ്റ്യൂം ട്രയലൊക്കെ തന്നപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം മറ്റേ നമ്മൾ തമിഴ് സിനിമയിൽ കാണുന്ന പോലത്തെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇടാമല്ലോ, ചെറുതല്ലേ ആ സമയത്ത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഡാൻസ് കളിച്ച് തുടങ്ങി. ഷോബി മാസ്റ്റർ ആയിരുന്നു. ഷോബി മാസ്റ്റർ ഓൾമോസ്റ്റ് ഏറ്റവും ഒരു സീനിയർ മാസ്റ്റേഴ്സിൽ ഒരാളാണ്. വിജയ്ക്കും സൂര്യയ്ക്കും ഒക്കെ കമ്പോസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് തന്നെ എൻ്റെ കിളി പോയി ഫസ്റ്റ് ഡേ തന്നെ. അന്ന് ഞാൻ തിരിച്ചു റൂമിൽ വന്നിട്ട് കുറച്ചു നേരം വാഷ്റൂമിൽ ഇങ്ങനെ നിന്നു. ഈ പണി നമുക്ക് പറ്റിയതെല്ലാം തോന്നുന്നു. ആ രീതിക്കായിരുന്നു. കാരണം ദേഹാനങ്ങിട്ട് കുറെ നാളുകളായി. ആദ്യം തന്നെ അത് കഴിഞ്ഞാൽ അത് പുലിപ്പുലികളും ആട്ടിൻകുട്ടിയും അതിലും ക്ലാസിക്കൽ ഡാൻസർ. അപ്പൊ ലാൽ അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് അറിയില്ല വലുതായിട്ട്. അപ്പൊ പറഞ്ഞു നീ നാട്ടിൽ നിന്ന് പിള്ളേർ വല്ലതും ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ എന്റെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഡാൻസേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു. ഞാൻ കുറച്ച് പഠിച്ചിട്ട് ചെന്നു ഒരു ഒപ്പിക്കൽ. അവിടെ ചെന്ന് ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോ മനസ്സിലായി ഒപ്പിക്കലാണ്. അപ്പൊ പുള്ളി പറഞ്ഞു ഈ പരിപാടി ഇവിടെ നടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാഴ്ച അവിടെ ശരണ്യ മോഹൻ ആക്ട്രസ് ഉണ്ട്. ശരണ്യ ചേച്ചിക്ക് ഡാൻസ് സ്കൂൾ ഉണ്ട് ആലപ്പിയിൽ തന്നെ. അവര് ഫാമിലി മൊത്തത്തിൽ ഡാൻസ് ആണ്. അപ്പൊ അവിടെ തന്നെ ഒരാഴ്ച കൊണ്ടാക്കി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഒരു സോങ്ങിന്റെ ഒരു ചെറിയ ബിറ്റ് പഠിച്ച് അതാണ് പുള്ളിപ്പുലി. അതെ.
പിന്നെ ഇതുപോലെ വല്ലതും തടഞ്ഞോ? കാര്യം നമ്മളിപ്പോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ നമിതയ്ക്ക് ഡാൻസ് അറിയാമെന്ന്. അതെന്താ പ്രശ്നം അറിയോ? എല്ലാരും വിചാരിച്ചു ഞാൻ ഭയങ്കര ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസർ ആണെന്നൊക്കെ. അങ്ങനെ ഉത്സവങ്ങൾക്ക് ബുക്കിംഗ് അച്ഛനെ വിളിച്ചിട്ട് ഇന്ന ദിവസം ഫ്രീ ആണോ? കഴിഞ്ഞ പ്രാവശ്യം ശോഭന മാം ആണ് കളിച്ചത്, അച്ഛൻ പറഞ്ഞു അവൾക്ക് ഡാൻസ് ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നമിത, താങ്കൾ യൂറോപ്യൻ കൺട്രീസിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഊമയായി അഭിനയിക്കാറുണ്ട് എന്ന് കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. ഞാൻ ആക്ച്വലി ട്രാവൽ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാ ഇയറും ഓൾമോസ്റ്റ് കുറെ സ്ഥലങ്ങൾ, യൂറോപ്യൻ സ്ഥലങ്ങളെല്ലാം എല്ലാ ഇയറും എന്റെ സിസ്റ്റർ അവിടെയാണല്ലോ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോയി, അവൾ അവിടെ ഉണ്ടാവും, ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് ഉണ്ടാവും. എന്നിട്ട് പല പല കൺട്രീസിലായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്യും. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിൽ പോയി. ഫ്രാൻസിൽ അവിടെ മെജോറിറ്റി ആളുകൾക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ ഞാനും എന്റെ സിസ്റ്ററും മാത്രമേ ഉള്ളൂ എയർപോർട്ടിലും എല്ലായിടത്തും. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രമല്ലേ അറിയുള്ളൂ, ഫ്രഞ്ച് അറിയില്ല. അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ റൈറ്റും ലെഫ്റ്റും മാത്രമേ അവർക്ക് അറിയുള്ളൂ. അങ്ങനത്തെ ബേസിക് വാക്കുകൾ മാത്രമേ അറിയൂ. എയർപോർട്ടിൽ പോകുമ്പോഴും ബോർഡ്സ് ഇല്ല, ബോർഡെല്ലാം ഫ്രഞ്ച് ആണ്, എല്ലാം ഫ്രഞ്ച് തന്നെയായിരുന്നു. നെക്സ്റ്റ് പ്ലേസ്, ബാഗേജ് കളക്ഷൻ, അങ്ങനെയൊക്കെ ആക്ഷൻ വഴി കുറെ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അത് വെച്ച് നമുക്ക് മൈം കൊണ്ടൊക്കെ കാര്യങ്ങള് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. കാര്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തിയെടുക്കും, ക്ലീൻ ആയിട്ട് നടത്തിയെടുക്കും. അതൊക്കെ നടത്തിയെടുക്കും, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ കഷ്ടപ്പെടുന്നേ ഉള്ളൂ, സമയമെടുക്കും. പക്ഷെ രസാ. നമ്മൾ ഓരോ ഇംഗ്ലീഷ് അറിയാവുന്നവർ കുറെ പേരുണ്ട്. പക്ഷെ ഞങ്ങൾ പോയ സമയം ഒളിമ്പിക്സ് ആയിരുന്നു. അപ്പോ ഒളിമ്പിക്സിന്റെ സമയം ഈ അടുത്തിടയ്ക്കാ ഫ്രാൻസിൽ പോയത്. അപ്പൊ കംപ്ലീറ്റ്ലി അവിടെ ഷട്ട് ഡൗൺ ചെയ്തേക്ക്. അപ്പൊ അവിടുത്തെ കംപ്ലീറ്റ് പോലീസുകാരാ, എല്ലായിടത്തും പോലീസുകാരാ. അപ്പൊ പാസ് വേണം എവിടെ കയറണമെങ്കിലും. ഐഫിൽ ടവറിന്റെ അവിടെയാണെങ്കിലും എല്ലായിടത്തും പാസ് വേണം. അപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഞങ്ങൾ അവിടെ എവിടെ പോയാലും ഈ പാസ് ഒക്കെ കാണിച്ച് അവരിത് മനസ്സിലാക്കി അങ്ങനെയൊക്കെ. ഓക്കെ. അല്ല, ഈ ഇദ്ദേഹത്തിന്റെ 2 വീലർ പോലെ അപകടം പിടിച്ച 2 വീലർ ഉണ്ടല്ലോ, അതുപോലെ നമിതയ്ക്ക് ഒരു മോതിരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴും സ്ഥിരമായി കളയുന്ന, പെർമനന്റ് ആയിട്ട് മിസ് ചെയ്യുന്ന ഒരു മോതിരം. അത് സാർ എനിക്ക് ഭയങ്കര ഇഷ്ടത്തിൽ വാങ്ങിച്ച ഒരു ഗ്രീൻ ഒരു സ്റ്റോണിന്റെ ഒരു മോതിരം ഉണ്ട്. ഇപ്പോഴും ഉണ്ടാവില്ലേ? അത് ഇപ്പൊ മിസ്സിംഗ് ആണോ എന്നൊരു സമയം മിസ്സിംഗ് ആവാൻ സാധ്യത ഉണ്ടല്ലേ? അച്ഛനെ അറിയാവൂ. അല്ല, അവരിത് കണ്ടു മടുത്തതാ. ഞാനിത് എനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ മേടിച്ച ഒരു റിംഗ് ആണ്. പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ ഒരു സ്ഥലത്തും ഒരു സാധനം പ്രോപ്പർ ആയിട്ട് വെക്കില്ല. ഞാനിങ്ങനെ, അമ്മ ഭയങ്കര ഡിസിപ്ലിൻഡ്, ഭയങ്കര സ്ട്രിക്റ്റാ, ചെറുപ്പം തൊട്ടേ ഭയങ്കര സ്ട്രിക്റ്റാ. അച്ഛൻ അങ്ങനെയൊന്നുമില്ല. അമ്മ എന്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും സിസ്റ്ററിന്റെ അടുത്തും എല്ലാവരുടെ അടുത്തും സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചാൽ അങ്ങനെ തന്നെ ഉണ്ടാവണം. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഇല്ല, എനിക്കും. അപ്പൊ ഞാനിത് മോതിരം ഒരു സ്ഥലത്ത് വെക്കും, പിന്നെ അത് എവിടെയാ വെച്ചേക്കുന്നത് എനിക്ക് ഓർമ്മ കാണൂല. അപ്പൊ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇത് മിസ്സാകുമ്പോ അങ്ങ് നേർച്ച തരും, സ്ഥിരം നേർച്ചയാ. മെഴുതിരി കത്തിക്കാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. അപ്പൊ ഇത് എവിടെ നിന്നെങ്കിലും കിട്ടും, വീണ്ടും നേർച്ച. എത്ര വർഷമായി കാണും? കുറെ കാലമായോ? ഇടയ്ക്കിടയ്ക്ക് അവർക്കൊക്കെ അറിയാം, ഇടയ്ക്കിടയ്ക്ക് മിസ്സിംഗ്. ഇപ്പോഴും അത് മിസ്സിംഗ് ആണോ അല്ലയോ എന്നുള്ള 2 ദിവസമായിട്ട് ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കാം. ഏതെങ്കിലും ഇവന്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഊരി വെക്കും, പക്ഷെ ഇത് എവിടെയാ ഊരി വെച്ചേക്കുന്നത് നഷ്ടപ്പെടുന്നില്ലല്ലേ? ഇല്ല. അപ്പൊ അതിനെന്തോ ഒരു പുരാണം ഉണ്ട്, എന്തോ ഗുഡ് വൈബ്സ് തിരിച്ചു വരുന്നുണ്ടല്ലോ. വിശ്വാസിയാണോ? വിശ്വാസം. പ്രെയർ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള കാര്യമാണ്. അത് ഇന്ന ദൈവം എന്നൊന്നും എനിക്കില്ല, ഒരു അൾട്ടിമേറ്റ് പവർ. എനിക്ക് പ്രെയർ, എനിക്ക് ഭയങ്കര കാംനെസ് ആണ്. അനികയുടെ ജീവിതത്തിലെ ആഗ്രഹം എന്താ? സിനിമയിൽ കൂടെ പോകാൻ തന്നെയാണ് ആഗ്രഹം, എനിക്ക് ഇഷ്ടം അതാണ്. പക്ഷെ കൂടെ സംതിങ് എൽസ് ആസ് വെൽ, സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ. അനിക യഥാർത്ഥത്തിലേ ഈ ലോയോള കോളേജിന്റെ ID പ്രൂഫ് യൂട്യൂബിൽ എന്തോ എടുത്തിട്ടോ? പിന്നെ ഒരുപാട് ആൾക്കാർ അനിക ഇങ്ങനെ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. യൂട്യൂബിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പരിപാടിയായിരുന്നു. എന്റെ നമ്പർ ഇട്ടിട്ട് ആക്ച്വലി നോട്ട് എ ബാഡ് ഐഡിയ. ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുത്താണ് എന്റെ തെറ്റ്. ബിക്കോസ് അഡ്മിഷൻ എടുത്തിട്ട് എന്റെ ലൈക് സ്റ്റുഡന്റ് ലോഗിൻ ചെയ്യണമെങ്കിൽ ബർത്ത്ഡേ ആണ് നമ്മൾ പാസ്വേഡ് ആയിട്ട് യൂസ് ചെയ്യുക. എന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഗൂഗിൾ തപ്പേ കിട്ടും. അപ്പൊ കുറെ പേര് ഞാൻ ലോയോളയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ലൈക് വെബ്സൈറ്റിൽ കയറിയിട്ട് എന്റെ ബർത്ത്ഡേ ഇട്ടിട്ട് ലോഗിൻ ചെയ്തു. അപ്പൊ ലോഗിൻ ചെയ്ത് സ്റ്റുഡൻസ് അവിടുത്തെ സ്റ്റുഡൻസിന് ഓൾറെഡി അറിയാം ഇതായിരിക്കും പാസ്വേഡ്. ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇതായിരിക്കും എല്ലാവരുടെയും പാസ്വേഡ്, അതായിരിക്കും ലൈക് കോമൺ ആയിട്ടായിരിക്കും. പിന്നെ നമ്മൾ വേണം മാറ്റാനായിട്ട്. ഞാനിത് അറിഞ്ഞില്ല, ഇത് ലൈക് ബർത്ത്ഡേ ആണ് പാസ്വേഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ട് അറിഞ്ഞത്. അപ്പോൾ ആരോ എൻ്റെ ലോഗിനകത്ത് കയറിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ ബോയ്സിന്റെ ഗ്രൂപ്പിന് ഫുൾ അയച്ചു കൊടുത്തു. അപ്പോൾ അത് ഫുൾ കോളേജിൽ ലൈക് സർക്കുലേറ്റ് ആയി. എനിക്ക് ഈ ഡേറ്റ് ലൈക് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഐ തിങ്ക് ലോയലിൽ ചേർന്നത്.
ഇന്ന് വരെ ഐ കീപ് ഗെറ്റിംഗ് കോൾസ് ലൈക്ക് ഹലോ വെറുതെ പറയുന്നത് തമിഴിൽ സംസാരിക്കും. ഇതാരാന്ത്രം ഞാൻ കട്ട് ചെയ്യും. എളുപ്പ വഴിയുണ്ട്. ഇനി ടി വി കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രഹസ്യ വെളിയില് ഇത്തിരി അമ്മ സംസാരിക്കണം. ഇല്ല, ഞാൻ അനിക ഇവിടെ ഇല്ല, അമ്മയാണ്. അനികേന്റെ നമ്പർ ആണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ ഞാൻ എന്റെ വോയിസ് ഫോണ് അമ്മയുടെ ഇരുത്തി ഇരിക്കാമല്ലോ. ശരിയാണ്. അല്ലെങ്കിൽ അനികയുടെ മുത്തശ്ശി കുട്ട എന്ന് ചോദിച്ചാൽ മതി. സഞ്ജു, ഈ നമിതയെ ഞെട്ടിക്കാൻ, ലൊക്കേഷൻ ഞെട്ടിക്കാൻ എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നല്ലോ. ഞെട്ടിയോ എന്നിട്ട് നമിത? അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അമർ അക്ബർ അന്തോണിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അപ്പൊ ആ ഒരു സമയത്ത് തിയേറ്ററിലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു, ക്യൂ നിൽക്കുന്ന ഒരു സീക്വൻസ്. അപ്പോൾ നമിത അതിൽ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇടയിൽ വന്നിട്ട് ഒരാവശ്യമില്ലാതെ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഞാൻ ഈ ഷോട്ടിലുണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് വൈഡ് ആണെങ്കിലും ഉണ്ട്, മിഡൊക്കെ ആണെങ്കിൽ ഇല്ല എന്നറിയാം, പക്ഷെ പെട്ടെന്ന് അവിടെ ചേഞ്ച് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം മുങ്ങിയതാണ്. ആ മുങ്ങലിന് ശേഷം പിന്നെ കപ്പിൽ വന്ന സമയത്ത് എൻ്റെ അസിസ്റ്റൻസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു കംഫർട്ട് ഉണ്ടാക്കണമല്ലോ ആർട്ടിസ്റ്റുമായിട്ട്. നമിത വരുന്ന ദിവസം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എടാ എനിക്കൊന്ന് കംഫർട്ട് ആക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെ അതെ അതെ. അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, ആള് അരുൺ ബാബുരാജ്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്തോ പ്ലാൻ ചെയ്തു. അങ്ങനെ പ്ലാൻ ചെയ്ത് ഇതാണ്. ഞാൻ ചോദിച്ചു പറഞ്ഞു, അവർ വരുന്ന സമയത്ത് അവർ അഭിനയിച്ച പടത്തിൽ പാട്ട് പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അനിക വരുമ്പോൾ വിശ്വാസത്തിലെ പാട്ടും നമിത വരുന്ന സമയത്ത് ട്രാഫിക്കിലെ പാട്ടും പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞാൻ ആളുടെ അടുത്ത് പോകുമ്പോൾ അരുൺ ബാബുരാജ് ഭയങ്കര ടെൻഷനിൽ നിൽക്കുക. ഈ സിനിമ മൊത്തം നടന്നിട്ട് അവൻ ആ ടെൻഷൻ അടിച്ചിട്ടില്ല. അന്നത്തെ ദിവസം ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് പറയാം, ചേട്ടാ രണ്ടുപേരും ഒരു കാറിലാണ് വരുന്നതെന്ന്, അപ്പോൾ ഏത് പാട്ട് ഞാൻ പ്ലേ ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ് വന്നു, രണ്ടുപേരും ഇറങ്ങി. അവിടെ പ്ലേ ചെയ്ത പാട്ട് വിശ്വാസത്തിലെയാണ്. അപ്പൊ ഞങ്ങളോട് ചോദിച്ചു, അതെന്താ നീ വിശ്വാസത്തിൽ പ്ലേ ചെയ്യുന്നത്? ഇല്ല ചേട്ടാ, നമിത എൻ്റെ ഒരു 4 വയസ്സിന് മൂത്തതാന്ന്. അപ്പോൾ അനികേനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിശ്വാസത്തിലെ പാട്ട് പ്ലേ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് അതിനൊരു ടൈലന്റ് ഉണ്ട്. ഞാൻ നമിതയുടെ അടുത്ത് കുറച്ചുകൂടെ നമ്മൾ ഷോർട്ട് ദിവസങ്ങൾ കടന്നു പോയപ്പോൾ കൂടുതൽ ക്ലോസ് ആയ സമയത്ത് ഞാൻ പറഞ്ഞു, അന്ന് വന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പാട്ട് പ്ലേ ചെയ്തായിരുന്നു, കേട്ടായിരുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ പ്ലേ ചെയ്തായിരുന്നു, എന്തോ പാട്ട്. ഞാൻ പറഞ്ഞു അത് ട്രാഫിക്കിലെ പാട്ടാന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കാം, അത് അതിലെ പാട്ടായിരുന്നു. അതോടെ പിന്നെ ഒരു കാര്യമില്ലല്ലേ. ഓക്കെ ഓക്കെ. അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ പാട്ടുകളൊക്കെ, അഭിനയിക്കുന്ന സിനിമയിലെ പാട്ടുകളൊക്കെ? ഇഷ്ടാ, പക്ഷെ എനിക്ക് നമ്മള് ഒരു ഫസ്റ്റ് ഒരു ലൊക്കേഷനിൽ വരുമ്പോ നമ്മുടെ മൈൻഡ് അതായിരിക്കില്ലല്ലോ. അങ്ങനെ പറ്റിയതല്ലേ? അത് ശ്രദ്ധിക്കുന്നില്ല. ഇത്ര എനിക്ക് കൂടുതൽ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട് സർ. പക്ഷെ വെള്ളത്തൂല കണ്ടല്ലായിരുന്നു നിങ്ങളുടെ ലൊക്കേഷൻ? സർ വെള്ളത്തൂർ, അടിമാലി വെള്ളത്തൂർ. ഞാൻ അതിനെ കുറിച്ച് കേട്ടു. അത് ഈ നമ്മുടെ സിനിമ ബാഡ്മിന്റൺ ആണല്ലോ. അപ്പൊ ഈ തൂവൽ, നമ്മുടെ കോക്ക്, ഷട്ടിൽ കോക്ക് തൂവലാണല്ലോ. അപ്പൊ വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നടക്കുന്നത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിരിക്കുക. മനോഹരമായ ഗ്രാമം. അതെ അതെ അതെ. നമ്മുടെ പുറലോകത്തോട്ട് അറിഞ്ഞത് അത് വെച്ചല്ല, അവിടെ ഒരു നക്സലേറ്റ് നേതാവ് ഉണ്ടായിരുന്നു, വെള്ളത്തൂവൽ സ്റ്റീഫൻ. അത് ശരി. ഇനി 27-ാം തീയതി അറിയപ്പെടാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. സർ നമിത അതിനകത്ത് കോച്ചായിട്ടാണ്, ബാഡ്മിന്റൺ കോച്ചായിട്ടാണ് പ്ലേ ചെയ്തേക്കുന്നത്. അനിക അതിൽ പ്ലെയർ ആയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഡിഫറെൻറ്റ് ഇത്തരത്തിലുള്ളൊരു കോസ്റ്റ്യൂമും അതേപോലെ ഡയലോഗ് ഡെലിവറിയൊക്കെ മറ്റൊരു രീതിയിലുള്ള ക്യാരക്ടർ ചെയ്യുന്നത്. വെള്ളത്തൂലുകാർക്കൊക്കെ ഇംപ്രസ്ഡ് ആയോ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ? ഷൂട്ടിംഗ് സമയത്ത് നമിത ഇടയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഇതെന്താ ഇവിടെ നമ്മളെ ഒന്നും കാണാൻ ആരും വരത്തില്ലേ? ചിലപ്പോ നമിത സിനിമാ താരമാണെന്ന് അറിയാമെന്ന് തന്നെ ചിലപ്പോ അറിയാം. അതെന്ന് വെച്ചാൽ അടിമാലി വെള്ളത്തൂരിലെ ആൾക്കാരൊക്കെ ദൈനംദിന ജീവിത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുന്ന ബുദ്ധിമുട്ടുന്നവരല്ലേ? അതെ അതെ. അപ്പം അവർക്ക് അവിടെ കാര്യം അന്വേഷിക്കാൻ അവർക്ക് നേരമില്ല. അതെ അതെ. ഞങ്ങളൊക്കെ ആക്ച്വലി ഷൂട്ടിന് ജോയിൻ ചെയ്തപ്പോ തന്നെ ഇവർ ഓൾറെഡി ഷൂട്ടൊക്കെ തുടങ്ങിയ സമയമായിരുന്നു. ഞങ്ങൾ ആ സിനിമയുടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാ അവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ രസമായിരുന്നു, കാരണം ഞാൻ കോച്ചാണ്, അനികയുണ്ട്, ഇവരൊക്കെ എന്റെ സ്റ്റുഡൻസ് ആയിട്ട്. കോച്ചിന്റെ സ്റ്റുഡന്റ് അല്ലേ? ഞങ്ങള് ബാഡ്മിന്റൺ ഒക്കെ അറിയാമോ? സ്കൂളിൽ ഇങ്ങനെ തട്ടിക്കളിക്കും ബാഡ്മിന്റൺ. PT പീരീഡ് ഞങ്ങൾക്ക് ഗേൾസിന് ബാഡ്മിന്റൺ കളിക്കാനുള്ളതാണ്. ഇവിടെ വന്നിട്ടാണ് ഓക്കെ ഇങ്ങനെയൊന്നും അല്ല, ഇതാണ് ബാഡ്മിന്റൺ എന്ന് മനസ്സിലാവുന്നത്. നമിത പൃഥ്വിരാജിന്റെ ഫാനാണോ? എനിക്ക് ചെറുപ്പം തൊട്ടേ രാജുവേട്ടന്റെ എല്ലാ സിനിമകളും കാണുമായിരുന്നു. അങ്ങനെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടി എന്ന് പറയുന്ന സിനിമ നടക്കുന്ന സമയത്ത് ചാക്കോച്ചനൊക്കെ ഉണ്ട്. അപ്പോൾ ആലപ്പുഴയില് രാജുവേട്ടനും സുപ്രിയ ചേച്ചിയും കൂടെ വന്നിട്ടുണ്ടായി. അപ്പൊ അന്ന് മീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ആ ഒരു ഫാൻ ഗേൾ മൊമെന്റ് ഉണ്ടല്ലോ, ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന അതിന്റെ സന്തോഷത്തിൽ എനിക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞ് അമർ അക്ബർ അന്തോണിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോ ഒരു നൈറ്റ് സീക്വൻസ് എന്തായിരുന്നു. അപ്പൊ ജയേട്ടനുണ്ട്, ഇന്ദ്രേട്ടനുണ്ട്, രാജുവേട്ടനുണ്ട്. ഇവർ 3 പേരും ബൈക്കിൽ നിൽക്കുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പൊ ഞാൻ അവിടേക്ക് നടന്നു വരുന്നു. അപ്പൊ ഞാൻ നടന്നു വന്നിട്ട് പറഞ്ഞു, ഇവരാരും മൈൻഡ് ചെയ്തില്ല, ഇവരൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ ചെറുപ്പം തൊട്ടേ രാജുവേട്ടന്റെ 5th സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ രാജുവേട്ടന്റെ ഭയങ്കര ഫാനാന്ന് പറഞ്ഞു. അപ്പൊ രാജുവേട്ടന്റെ മുഖം എല്ലാം മാറി.
ഉറപ്പാണോ? അപ്പൊ ഇന്ദ്രേട്ടൻ ചോദിച്ചു ഏത് സിനിമ? വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞാൽ 5th സ്റ്റാൻഡേർഡിലല്ല ഞാൻ പറയുന്നത്, ജനറലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പടം വെള്ളി നക്ഷത്രം. നമ്മൾ ആ ചെറുപ്പത്തിൽ വരെ കുക്കുരു കുക്കുറുക്കൻ അതൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയി ഭയങ്കര സന്തോഷിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ പുള്ളി അപ്പൊ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഇന്ദ്രൻ ചോദിച്ചു ഓ അതായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ ലോഞ്ച് വന്നു. ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് എല്ലാവരും നിൽക്കുകയാണ്, ഓൾമോസ്റ്റ് എല്ലാ മെയിൽ ആക്ടേഴ്സ് എല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുക. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, നമിത ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചേട്ടൻ്റെ വലിയ ഫാനാണ് 5th സ്റ്റാൻഡേർഡ് തൊട്ടെന്ന്. അതിന്റെ വിഷമം എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. കാരണം ഞാൻ രാവൺ ചെയ്യുന്ന സമയത്ത് ഐശ്വര്യ റോയിന്റെ അടുത്ത് പോയിട്ട് ഞാൻ മാമിന്റെ വലിയ ഫാനാണ് ചെറുപ്പം തൊട്ടെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ മാറി. ആ ഫീലിംഗ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന്, ആ ഒരു പ്രായത്തിന്റെ. അപ്പൊ പക്ഷെ ഭയങ്കര എനിക്ക് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നുന്ന, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ആക്ടറാണ് രാജുവേട്ടൻ. ഒരുപാട് തുണി വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളാണോ നമിത? മുൻ ജന്മത്തിൽ വരെ തുണി കച്ചവടക്കാരിയായിരുന്നു? മുൻ ജന്മത്തിൽ ഈ ജന്മത്തിൽ ഈ ജന്മത്തിൽ തന്നെ അതാ അല്ലേ? ഒരുപാട് യാത്ര ചെയ്യും അതിനായിട്ടെന്നൊക്കെ ഈ റോയിട്ടറിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ഇവിടത്തെ ചാരന്മാരാണ് ഇവിടെ കുറെ ചാരന്മാരുണ്ട്. സ്പൈ നെറ്റ്വർക്ക് അല്ലേ ഇത്? വാർത്താ ചാനലിലൂടെ അല്ലേ ഇവിടെ? അപ്പൊ ഇല്ല, എനിക്ക് ആക്ച്വലി 2 ബിസിനസ് ഉണ്ട്. ഐ എം റണ്ണിങ് എ കാഫേ ഇൻ പനമ്പള്ളി നഗർ, സമ്മർ ടൗൺ എന്ന് പറഞ്ഞു. കൊച്ചിയില് പനമ്പള്ളി നഗർ റെസ്റ്റോ കാഫേ ആണ്. വെരി ഗുഡ് റെസ്റ്റോ കാഫേ. പുള്ളിക്കാരത്ത് എപ്പോഴും അവിടെ അനിക പോവോടെ എങ്ങനെയുണ്ട് സംഭവം? എനിക്ക് അവിടുത്തെ ഒരു പാസ്ത ഉണ്ട്, ടൊമാറ്റോ സൺഡ്രൈഡ് പാസ്ത, സോ ഗുഡ്. എന്നോട് ആരോ പറഞ്ഞു ആദ്യ ദിവസം നമിത വല്ലാണ്ട് പേടിച്ചു പോയി, ആരും കയറിയില്ലെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് കോഫി ഉണ്ടാക്കി കുടിക്കേണ്ടി വരുമല്ലോ, ആരും വന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ആൾക്കാരെ കയറി തുടങ്ങിയോ? ആരും വന്നില്ലല്ലോ. ഇത് പ്ലാനിങ് നടക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചതാ. ഞാൻ ആലോചിച്ചതാ. ഫസ്റ്റ് ഡേ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അതായത് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇത് എത്ര ആളുകൾ വരും, തുടങ്ങാൻ കാര്യം ഇത്ര കാലമായി? ഇപ്പൊ 2 വർഷമാകുന്നു. അല്ല, ഞങ്ങൾ എല്ലാവരുടെയും ഞങ്ങൾ ഈക്വലി എല്ലാവരും പാർട്ട്ണർഷിപ്പിലുള്ള ബിസിനസ് ആണ്. അപ്പൊ അച്ഛന്റെ കസിൻസ് കുറെ പേര് ഷെഫ്മാരുണ്ട്. അപ്പൊ അവര് പുള്ളി US-ലാണ്, സന്തോഷ് അങ്കിൾ. അപ്പൊ പുള്ളി ഷെഫാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തുടങ്ങിയൊരു സ്ഥാപനമാണ് സമ്മർ ടൗൺ. പിന്നെ ഉള്ളതാണ് ഈ പെപ്രിക്ക ടീഷർട്ട് മെൻസ് ബ്രാൻഡാണ്. ആ മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു. ഞാൻ മമ്മൂക്കേന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു മമ്മൂക്ക വരാൻ പറ്റുമെങ്കിൽ വരണം എന്ന് പറഞ്ഞപ്പോ തന്നെ he came down. It was consistent. നമുക്ക് അന്നത്തെ ദിവസം തന്നെയാ വന്നേ, ഇനോഗ്രേഷന്റെ ഫസ്റ്റ് ഡേ തന്നെയാ വന്നേ. ഒഫീഷ്യലി ഓപ്പൺ ചെയ്യണതിന്റെ ആ വൈകുന്നേരം തന്നെയാ വന്നേ. നമിത, താങ്കൾ ആദ്യമായി അവാർഡ് വാങ്ങാൻ കയറിയ സമയം ഒരിക്കലും താങ്കൾക്ക് മറക്കാൻ സാധിക്കില്ല എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അത് പുതിയ തീരങ്ങൾ കഴിഞ്ഞിട്ട് ബെസ്റ്റ് ന്യൂ കമറിനുള്ള അവാർഡാണ്. മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാനത്. അപ്പോ അമൃതയിൽ എന്തുമായിരുന്നു, അപ്പോ ശ്യാം പ്രസാദ് സാർ ആയിരുന്നു എനിക്ക് അവാർഡ് തന്നത്. അപ്പൊ എല്ലാ യങ്സ്റ്റേഴ്സ് എല്ലാവരും, നിമിൻ ചേട്ടനൊക്കെ വന്ന സമയമായിരുന്നു, വിനീതേട്ടൻ എല്ലാവരും ഉണ്ട് അവിടെ. മമ്മൂക്കയോ ലാലേട്ടനോ ആരും ഉണ്ട് അവിടെ. അപ്പൊ ഞാനിങ്ങനെ ഈ സ്റ്റെപ്പിൽ നമ്മൾ ഇതുപോലെ ആണി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര സ്റ്റൈലിൽ കയറിപ്പോ ഞാൻ മറിഞ്ഞടിച്ച് വീണു. ഫസ്റ്റ് സ്റ്റെപ്പില് അവാർഡ് മേടിക്കാൻ ഇങ്ങനെ വീണു. അപ്പൊ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് അതെന്തോ ആ ആണിയില് സാരി കൊണ്ടതാ, കൊളുത്തിക്കൊണ്ട് ആ നെറ്റ് സാരി ആയിരുന്നു. അങ്ങനെ വലിയ സാഷ്ടാംഗം പ്രണമിച്ചതാണോ? അങ്ങനെ എന്നിട്ട് എല്ലാവർക്കും മനസ്സിലായി ഞാൻ ഭയങ്കര എംബാരസ്ഡ് ആയിന്ന്. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ പോയി, ശ്യാം സാർ എനിക്ക് അവാർഡൊക്കെ തന്നു. ഞാൻ തിരിച്ചു വന്നു. ഇവരെല്ലാരും അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ, നീ വീണല്ലേ, അങ്ങനത്തെ രീതിയിലായിരുന്നു ഇവര് കളിയായിക്കൊണ്ടിരുന്നത്. പക്ഷെ കുഴപ്പമില്ല. എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോ ഞാൻ അടുത്ത ദിവസം പോയി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു, നമിത പ്രമോദ് ഫോളിംഗ് ഉണ്ടോ. ആരെങ്കിലും ഇപ്പോഴാണെങ്കിൽ ആൾക്കാർ പിക്ചേഴ്സ് ഉണ്ട്, പക്ഷെ അന്ന് ഈ യൂട്യൂബ് ചാനൽസ് അത്രയും പോപ്പുലർ അല്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. അനിക, LED സ്ക്രീനിലേക്ക് നോക്കിയാൽ താങ്കൾക്ക് ഒരു വീഡിയോ കാണാൻ സാധിക്കും.
അയ്യോ പേടിച്ചിരിക്കാണല്ലോ. ആക്ച്വലി എനിക്ക് ഇൻ ജനറൽ അഡ്വഞ്ചർ സ്പോർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ത്രില്ലായിരുന്നു ഞാൻ പോയത് ഇതിന്. ഇത് എവിടെ നടന്നത്? ഇത് മണാലിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ കിങ് ഓഫ് കൊത്തേന്റെ ഒരു അവസാനത്തെ ഒരു ബ്ലോക്ക് എടുക്കാനായിട്ട് ഞങ്ങളെല്ലാവരും മണാലിയിൽ പോയി. അപ്പൊ ഐഷ ചേച്ചിയും DQവും ഞാനും എവറിബഡി ഞങ്ങളിങ്ങനെ പാരഗ്ലൈഡിങ് ലാസ്റ്റ് മൊമെന്റ് പ്ലാൻ ആയിരുന്നു. ഓൾമോസ്റ്റ് സൺസെറ്റ് കഴിഞ്ഞത് ചെയ്യാൻ പറ്റില്ല. അപ്പോ പെട്ടെന്ന് ധൃതി പിടിച്ച് ഷൂട്ട് കഴിഞ്ഞപ്പോ തന്നെ ഓടി ഞങ്ങള് ഒരു ലോറിന്റെ മുകളിൽ കയറിയിട്ട് ഒരു 1 hour ഇങ്ങനെ മുകളിലേക്ക് പോകണം ടോപ്പിലെത്താനായിട്ട്. അവിടുന്ന് പിന്നെ നേരെ ചാടുക. ഒരു അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇനി കുട്ടേട്ടൻ എന്തോ ഒരു ചോദ്യം ചോദിക്കാണ്ടോ? അനികയോടാണോ എന്ന് സംശയമുണ്ട്. കുട്ടേട്ടാ ചോദിച്ചോളൂ. ഇനി ഒന്നും ബാക്കി വെക്കണ്ട. അനികയോട് മാത്രമല്ല നമിതയോടും കൂടെയാണ്. നമിത, താങ്കൾക്ക് മൂർഖം പാമ്പിനെ വലിയ ഇഷ്ടമാണെന്നും മൂർഖം പാമ്പിന്റെ കഴുത്തിൽ പിടിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്നും കുട്ടിട്ടൻ മനസ്സിലാക്കുന്നു. ഉണ്ടോ? മൂർഖം പാമ്പിന് ഇഷ്ടമാണോ? ഇഷ്ടമല്ല, എനിക്ക് പേടിയില്ല. എനിക്ക് 8 പേടിയാ, ഭയങ്കര പേടിയാ, ഒരു ഫോബിയ പോലെയാ. പക്ഷെ പാമ്പിന് എനിക്ക് വലിയ പേടിയില്ല. ഞാൻ ഈ സീരിയല് ചെയ്യുന്ന സമയത്ത് ഈ ദേവിയുടെ ക്യാരക്ടർ ആണല്ലോ. അപ്പോ ഇങ്ങനെ പാമ്പ് വരുന്നു, ഒരു കുട്ടീനെ കുത്താൻ പോകുന്നു, ആ പാമ്പിനെ ഞാൻ എടുക്കുന്നു, കൈ കൊണ്ട് പിടിക്കുന്നു. ഇതൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞു തന്നെ. അപ്പൊ എനിക്ക് വിഷമുള്ള പാമ്പായിരുന്നു ചെയ്തിട്ട് എന്തോ കൊണ്ടുവന്നേ. പക്ഷെ നമുക്ക് പാമ്പാണല്ലോ, ഏതും പാമ്പാവും. അപ്പൊ ആ സീക്വൻസിന് വേണ്ടിട്ട് അപ്പൊ ഡയറക്ടർ പറഞ്ഞു ഇതിനെ പിടിക്കണം മോള്, പിടിച്ചിങ്ങനെ എടുത്താ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ അച്ഛന അന്നോട്ടേ അച്ഛനാ കൂടെ വരുന്നത്. അപ്പൊ അച്ഛന് ഭയങ്കര ടെൻഷനായിരുന്നു ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷെ ഞാനിങ്ങനെ പിടിച്ചെടുത്ത് ഇങ്ങനെയാ നിന്നെ. ദേവി നിക്ക ഇങ്ങനെയൊക്കെ നിക്കുന്ന, കോൺഫിഡന്റ് ആയിട്ട് നിക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഇങ്ങനെയാ നിക്കുന്നത്. അപ്പൊ എനിക്ക് ശരിക്കും ആ പാമ്പിന്റെ ഒരു ബ്രീത്ത് ആണോന്ന് എനിക്ക്, അത് ഭയങ്കര സ്ലൈമി അല്ലേ, അപ്പൊ ബ്രീത്ത് ആണോന്ന് അറിയില്ല, അതിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഞാൻ അത് കഴിഞ്ഞതും ഇന്നാ ചേട്ടാ പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിപ്പോഴും ഞാൻ മറക്കില്ല, കാരണം അങ്ങനെ ഞാൻ ഇതുവരെ തൊട്ടിട്ടൊന്നും ഇല്ലാത്ത. അനികയും പാമ്പുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ, ഒരു മുൻജന്മ സൗഹൃദം പോലെ. ഇല്ല, എനിക്ക് പാമ്പോട്ട് അഭിനയിച്ചില്ല. ഈ സ്കൂളിൽ ഇങ്ങനെ എന്തോ അവയർനെസിന്റെ ഭാഗമായിട്ട് ഒരു പാമ്പിനെ കൊണ്ടുവന്നിരുന്നു ഒരാൾക്ക് പറയാനായിട്ട്. അപ്പൊ ആ ചേട്ടൻ പാമ്പിനെ എല്ലാവർക്കും എടുത്ത് കൊടുത്തു, ലൈക്ക് പിടിക്കാനും തൊടാനായിട്ട്. അപ്പൊ ഇങ്ങനെ എന്റെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടുന്നത്, ഇങ്ങനെ ക്രോൾ ചെയ്യണത് ഇങ്ങനെ ചെയ്യാനായിട്ട്. അത് ഭയങ്കര ഇഷ്ടം, എനിക്ക് പാമ്പിന് ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് അനിക നമിത ഇനി കളിക്കാരിയാവുന്നു. നമ്മളിനി ചോദ്യത്തിലേക്ക് കിടക്കാണ്. 1 കോടിയുടെ മത്സരം ആരംഭിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് 3 ഹെൽപ്പ് ലൈൻ ഇവിടെ ഉണ്ട്. അതിൽ ഒരാള് കുട്ടേട്ടൻ തന്നെയാണ്, ഒരാള് PC രാജു, പിന്നെ ഒരാള് ഡോക്ടർ രസലയകുമാർ. രസമുണ്ട്, ലയമുണ്ട്, കുമാരനുമാണ്. അപ്പൊ ഇത് ഈ 3 സംഭവമാണ് നമുക്കുള്ളത്. 1 കോടി അടിച്ചാൽ എന്ത് ചെയ്യും അനിക? ബോധം കെട്ടി വീഴുവോ? അയ്യോ, മോസ്റ്റ്ലി സാധ്യതയുണ്ടല്ലേ? നിങ്ങൾ പ്ലാൻ ചെയ്ത് നോക്കണം കേട്ടോ. 50 ഓരോരുത്തർക്കും 1 കോടി കിട്ടുമോ സാർ? ഇല്ല സാർ, നമുക്കൊരു 50 ലക്ഷം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പൈസയുടെ കാര്യം പറയും, എന്തൊരു വിനയം അല്ലേ അനിക? നല്ല സ്മാർട്ട് ബിസിനസ് ലേഡിയാ അല്ലേ, ഫ്രം പനമ്പള്ളി നഗർ. റെഡി? ഓക്കെ, അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. തല പാകിസ്ഥാനിലും ഉടൽ ഇന്ത്യയിലുമായി നിൽക്കുന്ന കാളയുടെ പാൽ കറക്കാനുള്ള അവകാശം ആർക്കാണ്? തല പാകിസ്ഥാനിലും ഉടൽ ഇന്ത്യയിലുമായി നിൽക്കുന്ന കാളയുടെ പാല് കറക്കാനുള്ള അവകാശം ആർക്കാണ്? ഇതൊരു കുസൃതി ചോദ്യമാണ്. കളരി പരമ്പര ദൈവങ്ങളാണ്. ലോജിക്കലി ആലോചിക്കാൻ പാടില്ലല്ലോ. കുസൃതി ചോദ്യോ? തല പാകിസ്ഥാനിലും ഉടൽ ഇന്ത്യയിലുമായി നിൽക്കുന്ന കാളയുടെ ഇന്ത്യയിലുമായി നിൽക്കുന്ന കാളയുടെ പാൽ യാത്ര ചെയ്ത് കുളമാവുന്ന അവകാശം ആർക്കാണ്? കറക്കാൻ കാളയുടെ പാല് കറക്കാൻ. കാളയുടെ പാല് കറക്കാൻ എന്തായാലും ഇതിന്റെ ട്രോളിന് സാധ്യതയുണ്ട് അല്ലേ? കാള പാല് തരില്ല. ഓക്കെ, എന്നാലും നമുക്ക് രസമുണ്ടല്ലോ. ഓക്കെ, റെഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 20,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സമയം കാണിക്കുന്ന മേശ ഏതാണ്? സമയം കാണിക്കുന്ന മേശ. ഒന്ന് ഇംഗ്ലീഷൊക്കെ ആക്കി നോക്കിയാൽ സമയത്തിന്റെ ഇംഗ്ലീഷൊക്കെ നമുക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞല്ലേ? 20,000 രൂപ കിട്ടി. അപ്പൊ യു ആർ ഇന്റലിജന്റ് അല്ലേ? യു ആർ ഹാഫ് ഇന്റലിജന്റ് അല്ലേ? അപ്പൊ നമുക്കിനി 3ാമത്തെ ചോദ്യത്തിലേക്ക്.
LED നോക്കിയാൽ നമ്മളൊരു ഇമേജ് കാണിച്ചു തരാം. ഒരു ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്താനാവുന്ന മലയാള സിനിമ ഏതാണ്? ഒരു സിനിമയുടെ പേരാവും ഈ ചിത്രങ്ങൾ വെച്ച് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ. ഇതെന്താ ഈ മസിൽ ആരാ? ഒരു വെയിറ്റ് ആ കിട്ടിയോ? ഒരിടത്ത് ഒരു ഫയൽ ഇപ്പൊ 30,000 രൂപയുടെ ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞത്. ഇനി നമ്മൾ 4ാമത്തെ ചോദ്യത്തിലേക്ക്. 4th ക്വസ്റ്റ്യൻ 40,000. ഒരിക്കലും അതെ എന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യം ഏതാണ്? ഒരിക്കലും അതെ എന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യം ഏതാണ്? നമ്മള് ഉറങ്ങാണെങ്കിൽ അതേന്ന് കേക്കില്ലല്ലോ. ഉറങ്ങുകയാണോ എന്നൊരാളോട് ചോദിച്ചാൽ ഒരിക്കലും അതിന് ഉത്തരം പറയില്ലല്ലോ. അപ്പൊ 40,000 ആയി. അപ്പൊ ഇനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 50,000. മ്യൂസിക് ക്വസ്റ്റ്യൻ. ഒരു സ്റ്റില് കാണൂ. അല്ല, ഈ ചിത്രങ്ങളൊന്ന് കണ്ടോളൂ. നല്ല പല്ലുകൾ. ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്താനാവുന്ന ഒരു മലയാള സിനിമ പാട്ട്. പല്ലിലോ മുക്കുത്തി കവിളി. ഓക്കെ, നമ്മിത് കേട്ടിട്ടുണ്ടോ പാട്ടൊക്കെ അല്ലേ? അത് ചെറിയ കാര്യമല്ല. എനിക്കൊന്ന് നിങ്ങളൊക്കെ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമയായിരുന്നു അല്ലേ? ഓക്കെ, ഇപ്പൊ 1,00,000 രൂപയുടെ ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞത്. കൺഗ്രാജുലേഷൻസ്. ലക്ഷാധിപതിയായി. 1,00,000 അല്ലേ? 50-50 എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരുന്നോണേ. ഇനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. 60,000. 6th ക്വസ്റ്റ്യൻ. അങ്ങോട്ട് നോക്കണ്ട, ഇതിലേക്ക് നോക്കൂ, മോണിറ്ററിൽ നോക്കൂ. ചെറുപ്പത്തിൽ ഉപേക്ഷിക്കുകയും വാർദ്ധക്യത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്താണ്? ചെറുപ്പത്തിൽ ഉപേക്ഷിക്കുന്നു, വാർദ്ധക്യത്തിൽ ആഗ്രഹിക്കുന്നു. എന്താണ് ആ സംഭവം? തെറ്റിക്കണ്ട, കപ്പടിക്കണം. നമുക്ക് വേണമെങ്കിൽ ഒരു ഹെൽപ്പ് ലൈൻ വേണ്ടി എടുക്കാം അല്ലേ? നമുക്കിവിടെ ഒരു ഡോക്ടർ ഉണ്ട്, ഡോക്ടർ രസലയ്യ കുമാർ. അത് വിളിച്ചാലോ? ഹലോ ഡോക്ടർ രസലയ്യ കുമാർ, വരൂ പ്ലീസ് കം. നമസ്കാരം. ജീവനോട് ഉണ്ടെന്ന് അറിയുന്നതിന്റെ സന്തോഷമാണ്. തേച്ചില്ലേ പെണ്ണേ തേപ്പ് പെട്ടി പോലെ എന്നെ. പ്രത്യേകം ഭഗത് ഫാസിൽ സാറിനെ അല്ല തേച്ചത്, എന്നെയാണ് തേച്ചത്. കുമരകം ബോട്ട് ചെട്ടിയിലൊക്കെ എത്ര പ്രേമലേഖനമായിട്ട് ഞാൻ നിന്നിട്ടുണ്ടെന്ന് അറിയാവോ? എന്തായാലും എന്നെ ഒരു സഹായത്തിനെങ്കിലും വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഒരു ചോദ്യത്തിന്റെ ഉത്തരം കുസൃതി ചോദ്യമാണ്. ചെറുപ്പത്തിൽ ഉപേക്ഷിക്കുകയും വാർദ്ധക്യത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരവുമാണ്. ഒരുപാട് പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുന്ന നമ്മുടെ ശരീരഭാഗമാണിത്. നമ്മൾ എന്തെങ്കിലും വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമ്പോൾ ഇതടിച്ച് തെറിപ്പിക്കുമെന്ന് എല്ലാവരും പറയാറുണ്ട്. മുഖം, പല്ല്. കണ്ണാന കണ്ണേ എൻ മീത് സായവാ. എന്നാലും തേച്ചെന്നെ കേട്ടാ. അനിയുടെ പാട്ടല്ലേ ഇത്? 60,000 കിട്ടി. ഇനി നമുക്ക് 70,000 ചോദ്യം കപ്പടിക്കാൻ പോകും നമ്മള്. ഇനി ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം. ഏത് മലയാള സിനിമാ ഗാനത്തിന്റെ തുടക്കമാണിത്? ബിഗിനിങ്. സംശയമാണ്. ഉത്തരം ശരിയാണ്. ഓക്കെ, 70,000 നമ്മള്. ഇനി നമ്മൾ 80,000 കടക്കുന്നു. 80,000. എനിക്കടെ മുഖത്ത് എക്സാമിന് നിൽക്കുന്ന എനിക്ക് ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയെ തുടരല്ലേ, അതൊരു കൗതുകം. സിനിമ അഭിനയിക്കുന്നു, ലൊക്കേഷനിൽ പോയിട്ട് ക്ലാസ്സിൽ കയറിയിരിക്കുന്നു. നല്ല കോളേജല്ലേ സച്ച് കോളേജ്? ഓക്കെ, കുട്ടേട്ട എന്തോ ചോദിക്കാൻ വരുന്നുണ്ട്. കുട്ടേട്ടാ. അനിക, LED സ്ക്രീനിലേക്ക് നോക്കിയാൽ താങ്കൾക്ക് ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെടുത്തി താങ്കൾക്ക് പറയാൻ ഒരു കഥയും ഉണ്ടാകും. ഈ ഒരു മാസ്കിന്റെ സ്റ്റോറി ബേസിക്കലി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലൈക്
10th നമ്മളിങ്ങനെ ട്രിപ്പ് പോവില്ലേ, അതുപോലെ ഞാനും എന്റെ സ്കൂൾ ഫ്രണ്ട്സും ഉടുപ്പിക്ക് പോയതായിരുന്നു. അപ്പോ രാത്രി എല്ലാവരും ഫസ്റ്റ് ടൈമാണ് സ്ലീപ്പ് ഓവർ എല്ലാവരും ഒരുമിച്ച് കിടക്കുന്നത്. അല്ലെങ്കിൽ അമ്മയൊന്നും സമ്മതിക്കില്ല ഇങ്ങനെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയിട്ട് കിടക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു റൂമിൽ കിടക്കാണ്. വരുന്ന വഴിക്ക് ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ ഇങ്ങനത്തെ ഒരു മാസ്ക് ഇവിടെ കണ്ടിരുന്നു. ഞങ്ങൾ വിലപേശി ആ മാസ്ക് മേടിച്ചു. ഓക്കെ, വെറുതെ മേടിച്ചതാണ്. അപ്പൊ രാത്രിയായപ്പോൾ ഒരു ഐഡിയ തോന്നി, ഒരു 3 മണി സമയത്ത് ആൾക്കാരൊന്ന് പോയി പീഡിപ്പിച്ചാലോ എന്ന്. അപ്പൊ ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ സിസ്റ്റേഴ്സിന്റെ റൂമിലൊക്കെ നോക്ക് ചെയ്തിട്ട് അപ്പൊ അവർ തുറക്കും, എന്നിട്ട് പോയിട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പീഡിപ്പിച്ച് ഫുൾ ഒരു ഹോട്ടൽ ഫുൾ ടെററൈസ് ചെയ്തു ഞാനും എന്റെ ഒരു ഫ്രണ്ടും ആ മാസ്ക് വെച്ചിട്ട്. അതാണ് ഈ മാസ്കിന്റെ അതാണ് ഇതിന്റെ കഥ. അല്ല, എനിക്ക് ഇപ്പോഴും മനസ്സിലാത്തൊരു കാര്യം, അതാണെന്താ ജേർണലിസം പഠിക്കുന്നത് എന്നുള്ളത്. എനിക്ക് റൈറ്റിംഗ് ഇൻ ജനറൽ ഇഷ്ടമാണ്. എഴുതാറുണ്ടോ വെച്ചാ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് എനിക്ക് ബെറ്റർ ആവണം എന്നുള്ള ഒരു ഫീൽഡാണ്. അപ്പൊ ഐ തിങ്ക് മെയിൻലി അതാണ് ജേർണലിസത്തിന്റെ കാരണം. വൊക്കാബുലറി ഭയങ്കര നല്ലതാ. ആണല്ലേ? മലയാളം ഓർ ഇംഗ്ലീഷ്? ഇംഗ്ലീഷ്. മലയാളം ബാഡാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ 4ാം തൂണിന് ശക്തി പകരാൻ വരും അല്ലേ? 4th എസ്റ്റേറ്റ് എന്നൊക്കെയല്ലേ പറഞ്ഞത്, അതിലേ പഠിക്കുന്നത്. വരട്ടെ, നല്ല കാര്യം. 70,000-ലെത്തി നമ്മൾ. ഇനി നമ്മൾ 80,000-ലേക്ക് കടക്കുന്നു. 80,000. എന്നെ വെള്ളത്തിൽ കാണാൻ പറ്റുമെങ്കിലും ഞാൻ ഒരിക്കലും നനയാറില്ല. അപ്പൊ എന്താണ് ഞാൻ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അനികയെ കൊണ്ട് സാധിക്കുള്ളൂ. അനികയുടെ തലയിൽ അല്ലേ മിന്നലാട്ടങ്ങൾ നടക്കുന്നു? എന്റെ തലയിൽ ഒന്നും നടക്കുന്നില്ല. അല്ലേ? ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. കാണാൻ പറ്റുമെങ്കിലും ഒരിക്കലും. എന്നെ കാണാൻ പറ്റും വെള്ളത്തില്. ഷാഡോ. നിഴൽ. പ്രതിബിംബമാണ്. ബുദ്ധിമതിയാണ് അല്ലേ? ബുദ്ധിമതിയാണ്. പ്രതിബിംബമാണ് മലയാളത്തിൽ എന്റെ ശരി ഉത്തരം. അപ്പൊ എന്തായാലും 80,000 രൂപയിലെത്തി. ഓക്കെ, 1 ലക്ഷം രൂപയുടെ ചോദ്യമാണെങ്കിൽ 1 lakh. സുധാകർ മംഗളോദയത്തിന്റെ ശിശിരത്തിലൊരു പ്രഭാതം എന്ന റേഡിയോ നാടകത്തെ ആധാരമാക്കി നിർമ്മിച്ച് മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ എന്നിവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമ ഏതാണ്? ഇത് GK കേട്ടോ. മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ 3 പേരും അഭിനയിച്ച. ഞാൻ ഈ ഒരു ക്ലൂ വേണേ പറയാം. ഇത് പത്മരാജന്റെ ഒരു സിനിമയാണ്. കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ലൈവിലെടുക്കാം. അപ്പൊ നമുക്ക് PSC രാജുവിലോട്ട് പോയ എല്ലാ പരീക്ഷ എഴുതി തോൽക്കാനായി ഒരു ജീവിതം. പ്ലീസ് കണക്ട് മീ ടു PSC രാജു. PSC രാജു, നമസ്കാരം. ഹലോ, നമസ്കാരം സാർ. അപ്പൊ ചോദ്യം ഇതാണ്, സുധാകർ മംഗളോദയത്തിന്റെ ശിശിരത്തിലൊരു പ്രഭാതം എന്ന റേഡിയോ നാടകത്തെ ആധാരമാക്കി നിർമ്മിച്ച ഒരു സിനിമയുണ്ട്. അതിൽ മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ എന്നിവരൊക്കെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ പേരാണ് ചോദിക്കുന്നത്. അയ്യോ സാർ, ഇത് മലയാളത്തിലെ എക്കാലത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ തകർത്ത് അഭിനയിച്ച സിനിമയാണ്. പത്മരാജൻ സാറിന്റെ ഹിറ്റുകളിൽ പ്രധാനമായിട്ടുള്ള സിനിമയാണ്. ഇത് പേര് പറഞ്ഞില്ല സാർ. ഇത് എത്ര കൂടെ കൊടുത്താലും അവർ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനങ്ങ് ഉത്തരം പറഞ്ഞോട്ടെ സാർ? പറഞ്ഞോളൂ. വിത്ത് യുവർ പെർമിഷൻ സാർ. പറഞ്ഞോളൂ. കരിയിലക്കാറ്റ് പോലെ. 1 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. ലക്ഷാധിപതി. 50-50. അപ്പോ നമുക്കിനി 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 200,000 rupees. ചോദ്യം സീരിയസ് ആകുകയാണ്. ലക്ഷത്തിലേക്ക് നമ്മൾ കടക്കുന്നുകൊണ്ടാണത്. സുപ്രീം കോടതിയുടെ പതാകയിൽ അശോക ചക്രത്തിനും സുപ്രീം കോടതിയുടെ ചിത്രത്തിനുമൊപ്പം കാണാൻ സാധിക്കുന്ന വസ്തു ഏതാണ്? സുപ്രീം കോടതിയുടെ ഇതിപ്പോ ഒരാഴ്ചയായിട്ടുള്ളൂ വന്നിട്ട്. വെരി കറന്റ് ഈ പതാക വന്നിട്ട്. കിട്ടിയോ? വല്ലതും കിട്ടിയോ? എന്തോ കിട്ടിയതുപോലെ ഒരു ഫീല് വന്നു. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കാര്യമില്ല. ആൻസർ അറിയല്ല, വേറൊരു വഴിയില്ല. എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ലൈൻ കൂടി ഉപയോഗിക്കാം. കുട്ടേട്ടനെ ഉപയോഗിക്കാം. കുട്ടേട്ടാ. യെസ് ബോസ്. അനിക, നമിത, 1-2 ക്ലൂ പറയാം. ക്ലൂ കണ്ട് നിങ്ങൾക്ക് ആൻസർ മനസ്സിലായാൽ ആൻസർ പറയുക, അല്ലെങ്കിൽ കുട്ടേട്ടൻ തന്നെ ആൻസർ പറഞ്ഞു തരാം. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അധികം ഇഷ്ടമില്ലാത്ത ഒരു വസ്തുവായിരുന്നു ഇത്. അതേതായിരുന്നു ആ വസ്തു? പുസ്തകം. വളരെ കറക്റ്റ് ആൻസർ ആണ്, പുസ്തകം. 3 ലക്ഷത്തിലേക്ക് പോകുന്നു. ഓക്കെ, റെഡി. അപ്പൊ ഇനി ഹെൽപ്പ് ലൈൻ ഇല്ല. ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടണം. അപ്പൊ നമ്മൾ 3 ലക്ഷത്തിലേക്ക് കിടക്കുകയാണ്. 3 lakhs. ഒളിമ്പിക്സിലോ പാരാലിമ്പിക്സിലോ പെഡൽ നേടിയ ഏക IAS ഓഫീസർ ആരാണ്? ഞാൻ 3 പ്രാവശ്യം വായിക്കട്ടെ. അതെ അല്ലത് കറക്റ്റ് ഡിസിഷൻ അത് കേട്ടോ.
കാര്യം ചോദ്യത്തിന് ഉത്തരം എഴുതാനുള്ള ആള് അല്ലേ, ചോദ്യം വായിച്ചു മനസ്സിലാക്കണം. എക്സാക്ട്ലി. കപ്പെന്നുള്ള സിനിമയുടെ അല്ലേ ആർക്കെങ്കിലും അറിയോ ഇവിടെ? ചോദിക്കാൻ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ഇതെന്തോ ജനകീയ പ്രശ്നമോ? അത് പറ്റില്ല. ഒളിമ്പിക്സിലെ ഇപ്പൊ ഇത് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് പിൻവാങ്ങിയാൽ നമുക്ക് 1 ലക്ഷം രൂപ കിട്ടും എന്നുള്ളതാണ്. അനിക 1 ലക്ഷം വാങ്ങിച്ചിട്ട് തേവര കോളേജിലേക്ക് പോകുന്നു. എനിക്ക് 1 പ്രാവശ്യം കൂടി വായിച്ചോളൂ, വേണമെങ്കിൽ ചിലപ്പോ അറിയാം. വായിച്ചു വളരൂ. പിന്മാറിയാലോ? അതാ നല്ലത്. അപ്പൊ നമുക്ക് വിജയകരമായിട്ട് നമ്മള് 1 ലക്ഷം ഈ വേദിയിൽ നിങ്ങൾ പിൻവാങ്ങുന്നു. ഉത്തരം സുഹാസ് എൽ എത്തിരാജ് എന്നാണ്. ബാഡ്മിന്റൺ താരമാ കേട്ടോ. 2 പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആളാ അല്ലേ. അപ്പൊ കപ്പിലെ കഥയുമായിട്ടൊക്കെ ബന്ധമുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും 1 ലക്ഷം രൂപയുണ്ട് കയ്യിൽ. അത്രയും കൊണ്ട് സന്തോഷമായിട്ട് പോവാമല്ലോ. സഞ്ജു, ഒരു കാര്യത്തിൽ സന്തോഷം. സഞ്ജു എന്നെ ഈ സിനിമയിൽ പരിഗണിച്ചല്ലോ. എനിക്ക് പോറില്ല, എന്നാൽ പോലും ഞാൻ പറയാ, സഞ്ജുവിന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് എന്തുകൊണ്ട് നന്നായി. ഞാൻ മാത്രമല്ല, അത് എനിക്കൊരു ഗൈഡാ. ഞാനിനി ആളോട് സൂക്ഷിച്ച് സംസാരിച്ചോളാം. ചാടിക്കറി പറയാ. ഗുരു തോമസ് അല്ലേ ആ റോൾ ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമാണ്. സഞ്ജു, കപ്പൊക്കെ നന്നായി ഓടട്ടെ കേട്ടോ. ആശംസകൾ. അപ്പോ പരീക്ഷാ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൂ. ഓക്കെ, 2 സർട്ടിഫിക്കറ്റ് ഞാൻ ഒന്നിച്ചു തരിക. ഓക്കെ, തിരിച്ചോ? 3 തവണ ചിരിക്കണോ? താങ്ക് യു അനിക. കാണാം നമുക്ക്. നമിത, നമ്മൾ വീണ്ടും കാണും. ഇനി പനമ്പള്ളി തറ വഴി വരുമ്പോൾ ആ റെസ്റ്റോറന്റ് എവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ചോളാം. അപ്പൊ ഇതുവഴി അങ്ങ് പോയാൽ നമുക്ക് തേവരെ പനമ്പള്ളി തറയിലൊക്കെ പോവാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനിക സുരേന്ദ്രനെയും അതുപോലെ നമിത പ്രമോദിനെയും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി ഇനി നാളെ രാത്രി 9:30 മണിക്ക്. ഗുഡ് ബൈ.